The Lord's Day, കർത്താവിന്റെ ദിവസം, കർത്തൃ ദിവസം എന്നതുകൊണ്ട് പഴയ നിയമത്തിൽ എന്താണ് അർത്ഥമാക്കുന്നത്, പുതിയ നിയമത്തിൽ എന്താണ് അർത്ഥമാക്കുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കി. കർത്തൃ ദിവസം എന്ന് പറയുമ്പോൾ യഹോവയുടെ ദിവസം എന്ന നിലയിൽ പഴയ നിയമത്തിലെ പല പ്രവചന വാക്യങ്ങളില് കാണാൻ കഴിയുന്നു. അത് പഴയ നിയമത്തിൽ യഹോവയുടെ ദിവസം എന്ന് പറയുമ്പോൾ ഇറ്റ്സ് എ ഡേ ഓഫ് ജഡ്ജ്മെന്റ്, ദൈവത്തിന്റെ ന്യായവിധിയുടെ ദിവസമായിട്ടാണ് പഴയ നിയമത്തില് യഹോവയുടെ ദിവസം എന്ന് പറയുന്നത് എന്ന് നമ്മൾ കണ്ടു. എന്നാൽ പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ കർത്തൃ ദിവസം എന്ന് ഉദ്ദേശിക്കുന്നത് പറയുന്നത് ഏത് ദിവസത്തെ കുറിച്ചാണ്? കർത്തൃ ദിവസം നമ്മൾ പുതിയ നിയമത്തിൽ പറയുന്നത് ഏത് ദിവസത്തെ കുറിച്ചാണ്? ഞായറാഴ്ച. എളുപ്പം മനസ്സിലാകുന്ന ഭാഷയിൽ എന്ന് പറയാറ് ഞായറാഴ്ച ദിവസം എന്നാണ് നമ്മൾ അർത്ഥമാക്കുന്നത്. കർത്തൃ ദിവസം എന്ന് പറയുമ്പോൾ കഴിഞ്ഞ ആഴ്ചയിൽ നമ്മൾ കണ്ടു, പഴയ നിയമത്തില് ഇസ്രായേലിന് ദൈവം കൊടുത്ത ഉത്സവങ്ങളുടെ ആചരണം, അതിനോടുള്ള ബന്ധത്തില് 7 ശബത്തുകൾ കൂടി അങ്ങനെ 49 ദിവസം കഴിഞ്ഞ് പിറ്റേ ദിവസം വരുന്ന 50-ാം ദിവസത്തെയാണ് എന്ത് വിളിച്ചിരുന്നത്? പെന്തക്കോസ്ത് പെരുന്നാൾ, ദി ഡേ ഓഫ് പെന്തക്കോസ്റ്റ് ഓർ ദി ഫീസ്റ്റ് ഓഫ് പെന്തക്കോസ്റ്റ് എന്ന് വിളിച്ചിരുന്നത്. അങ്ങനെയുള്ള ആ ദിവസം, അങ്ങനെയുള്ള ഒരു ദിവസം പെന്തക്കോസ്ത് നാൾ എന്ന 50-ാം ദിവസം വന്നപ്പോഴാണ് എന്ത് സംഭവിച്ചത്? അപ്പോസ്തലപ്രവൃത്തി 2-ാം അധ്യായം 1-ാം വാക്യത്തിൽ എന്ത് സംഭവിച്ചത്? പെന്തക്കോസ്ത് നാൾ വന്നപ്പോൾ എല്ലാവരും, all of them, almost 120 of them were together in the upper room, and there the Holy Spirit, first time the Holy Spirit came into the New Testament church, and that was the first experience that they received as far as the descending of the Holy Spirit is concerned. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ അവരോഹണത്തോടുള്ള ബന്ധത്തിൽ ആദ്യമായി പരിശുദ്ധാത്മ അവരോഹണം ഉണ്ടായ കർത്തൃ ദിവസം എന്ന് പറയുന്ന പെന്തക്കോസ്ത് ദിവസം, അതും ഒരു ഞായറാഴ്ച ദിവസമായിരുന്നു നമ്മൾ കണക്കാക്കുന്നത്. അപ്പോൾ നമ്മുടെ ചിന്താഗതിയിൽ കർത്തൃ ദിവസം എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് എ സൺഡേ, അത് ഞായറാഴ്ച ദിവസം എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഓക്കെ, ഇന്നത്തെ ക്ലാസ്സിലേക്ക് പോകുന്നതിന് മുൻപ് കഴിഞ്ഞ ആഴ്ചത്തെ ക്ലാസ്സിനോട് ചേർന്ന് പറയാനുള്ള ഒരു 4 കാര്യം കൂടെ പറഞ്ഞിട്ട് ഇന്നത്തെ ക്ലാസ്സിലേക്ക് പോകും. ഇന്നത്തെ ക്ലാസ് നിങ്ങൾക്ക് ഇംഗ്ലീഷിൽ കാണത്തക്ക വിധത്തിൽ അതിന് നോട്ട് ചെയ്യാൻ സിജുവിന് കൊടുത്ത്, സിജു അതിനുള്ള സംവിധാനം കൂടെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് കുറേശ്ശെ കാണുകയും ഇംഗ്ലീഷ് ഭാഷ മനസ്സിലാകുന്നവർക്ക് അത് കാണുകയും നോട്ടൊക്കെ ഇതിനകത്ത് കാണിക്കുന്ന എല്ലാം എഴുതാൻ മെനക്കണം. ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട്, ഞാൻ നിങ്ങൾക്ക് ഇതിൻ്റെ നോട്ട്, സിസ്റ്റമാറ്റിക് നോട്ട് തരുമെന്ന്. മലയാളത്തിലും ഇംഗ്ലീഷിലും സെപ്പറേറ്റ് നോട്ട്സ്, ഇതിൻ്റെ ഫുൾ നോട്ട്സ് നിങ്ങൾക്ക് തരുന്നതാണ്. അത് പക്ഷേ ഇന്നും നാളെ ഒന്നും തരികയല്ല. ഇന്നും നാളെ തന്നാൽ നിങ്ങൾ അത് നോക്കിക്കൊണ്ടിരിക്കും, പിന്നെ ക്ലാസ്സിലും നിർത്തിച്ച് പഠിക്കത്തില്ല. അതുകൊണ്ട് ഇന്നും നാളെ ഒന്നും തരികയല്ല. ഒരുപക്ഷെ ക്ലാസ് തീരുമ്പോഴായിരിക്കും തരുന്നത്, അല്ലെ തീരാറാവും, അല്ലെങ്കിൽ ഞാനിവിടുന്ന് പോകുമ്പോഴാണ്, എനിക്കറിയില്ല എപ്പോഴാണെന്ന്. പക്ഷേ നിശ്ചയമായിട്ടും നിങ്ങൾക്ക് നോട്ട് തന്നിരിക്കും. ഇനി ഇടയ്ക്ക് ആരെങ്കിലും വന്ന് പാസ്റ്റർ എനിക്കിനി തുടർന്ന ദിവസങ്ങൾ വെളിയിലോട്ട് പോവുക, അല്ലെങ്കിൽ ദൂരോട്ട് പോവുക, തുടർന്ന് എനിക്ക് ക്ലാസ്സിൽ സംബന്ധിക്കാൻ പറ്റിയല്ല എന്ന് വല്ലതും പറഞ്ഞാൽ അന്നേരം നോട്ട് വരും. അതുകൊണ്ട് അതിനൊന്നും ഒരു ബുദ്ധിമുട്ടുമില്ല. അതുകൊണ്ട് ഇവിടെ കാണിക്കുന്ന എല്ലാം എഴുതാനൊന്നും മെനക്കെടണ്ട, നമുക്ക് പഠിക്കാൻ കൂടുതൽ സമയം എടുക്കുക. എന്നാൽ നമ്മുടെ ഒരു സഹായത്തിന് വേണ്ടിയാണ് ഇങ്ങനൊരു സംവിധാനം നമുക്കുണ്ടെന്നും, അതുകൊണ്ട് അത് നമ്മൾ ചെയ്യുന്നു. കഴിഞ്ഞ ആഴ്ച പറഞ്ഞതിൻ്റെ ബാക്കി 4 കാര്യം കർത്തൃ ദിവസത്തോടുള്ള ബന്ധത്തില്. കർത്തൃ ദിവസത്തില് Yohanan, he was in the spirit on the Lord's day. So what happened when John was in the spirit? യോഹന്നാൻ ആത്മാവിലായപ്പോൾ എന്ത് സംഭവിച്ചു എന്നുള്ളത് 4 കാര്യങ്ങൾ അവിടെ സംഭവിച്ചു. ആത്മാവ്, when he was in the spirit, 4 things happened when he was in the spirit. Okay, chapter 1 verse 11, 1-ാം അധ്യായത്തിന്റെ 11-ാമത്തെ വാക്യം. നീ കാണുന്നത് ഒരു പുസ്തകത്തിൽ എഴുതി, എഫെസോസ്, സ്മുർന, പെർഗമോസ്, തുയതൈര, സർദീസ്, ഫിലദൽഫിയ, ലവോദിക്ക എന്ന 7 സഭകൾക്കും അയക്കുക എന്നിങ്ങനെ ആവർത്തിനൊത്ത ഒരു മഹാനാദം എന്റെ പുറകിൽ കേട്ടു. ഓക്കെ, അപ്പൊ ആത്മാവിലായപ്പോൾ സംഭവിച്ച 1-ാമത്തെ കാര്യം, he heard the voice of God. അവൻ എന്ത് കേട്ടു? ഒരു വലിയ ശബ്ദം, ദൈവത്തിന്റെ ശബ്ദം കേട്ടു. അപ്പൊ ആത്മാവിലായപ്പോൾ സംഭവിച്ച 1-ാമത്തെ കാര്യം, ദൈവ ശബ്ദം യോഹന്നാൻ കേട്ടു. ഓക്കെ, 2-ാമത്തെ കാര്യം, സെക്കൻഡ് തിങ്, വേഴ്സ് 12, 12-ാമത്തെ വാക്യം. Okay, so as he turned, രണ്ടാമത്തെ കാര്യം he
vision. അവൻ തിരിഞ്ഞപ്പോൾ ദൈവിക ദർശനം കാണുകയാണ്. അപ്പോൾ when he was in the spirit, first thing happened is he heard the voice of God. Second thing, he saw the vision. ഒന്ന്, അവൻ ദൈവ ശബ്ദം കേട്ടു. രണ്ട്, ദൈവ ദർശനം കണ്ടു. ഓക്കെ. മൂന്ന്, കർത്തൃ ദിവസത്തിൽ ആത്മാവിലായപ്പോൾ സംഭവിച്ച മൂന്നാമത്തെ കാര്യം, ആ 11-ാമത്തെ വാക്യത്തിൽ നമ്മൾ വായിച്ചതിന് വായിക്കണ്ട. വേഴ്സ് 11 സഭയുടെ കാര്യങ്ങള് എഴുതിയിട്ട് എന്നിട്ട് പറയാണ്, ഈ 7 സഭകൾക്കും നീ എന്ത് ചെയ്യണം? അയക്കണം. എന്ന് പറഞ്ഞാൽ നീ കേൾക്കുന്നതും കാണുന്നതുമായ കാര്യങ്ങൾ എഴുതി 7 സഭകൾക്ക് അയക്കണം. അപ്പൊ അതിനകത്ത് മനസ്സിലാകുന്ന third thing what happened is he was able to see the condition of the church in the spirit. When he was in the spirit, he was able to see the condition of the church. ആത്മാവിലായപ്പോൾ സഭയുടെ ഉള്ള അവസ്ഥ കാണാൻ യോഹന്നാന് കഴിഞ്ഞു. സ്തോത്രം. മൂന്നാമത്തെ കാര്യം. നാലാമത്തെ കാര്യം നമ്മള് 12-ാമത്തെ വാക്യത്തില് 17-ാമത്തെ വാക്യത്തില് 17-ാം വാക്യം. ഓക്കെ. അപ്പൊ അടുത്ത കാര്യം 4-ാമത് സംഭവിച്ചത്, ആത്മാവിലായപ്പോൾ he has submitted or he fallen down before Jesus. ആത്മാവിലായപ്പോൾ കർത്താവിന്റെ ദിവസത്തിൽ കർത്താവിന്റെ പാദപീഠത്തിൽ താൻ നെടുമ്പാട് വീണ് അവനെ നമസ്കരിച്ചു. 4 കാര്യങ്ങളാണ് ആത്മാവിലായപ്പോൾ യോഹന്നാന് സംഭവിച്ചത്. Number 1, he heard the voice of God. Number 2, he had seen or he saw the glorified Christ. And number 3, he has seen the condition of the church. And number 4, he has fallen at the feet of Jesus. 4 കാര്യങ്ങൾ പറഞ്ഞേ, മലയാളത്തിൽ പറഞ്ഞേ. 1, ദൈവശബ്ദം കേട്ടു. 2, ദൈവിക ദർശനം കണ്ടു. 3, സഭയുടെ ഉള്ള അവസ്ഥ അറിഞ്ഞു. 4, കർത്താവിന്റെ കാൽക്കൽ തന്നെ അവൻ സമർപ്പിച്ചു, അല്ലെങ്കിൽ കർത്താവിന്റെ കാൽക്കൽ അവൻ വീണു. ഓക്കെ. അപ്പൊ ആത്മാവിലാകുമ്പോൾ ഇങ്ങനെയൊക്കെ സംഭവിക്കണോ? ഓക്കെ. ദിസ് ഇസ് നോട്ട് ജസ്റ്റ് ഫോർ ജോൺ, ദിസ് ഇസ് ആപ്ലിക്കബിൾ ഫോർ ഓൾ ഓഫ് us. യോഹന്നാന് മാത്രം ഉണ്ടാവുന്ന ഒരു കാര്യമായിട്ട് ഇതിനെ തള്ളിക്കളയരുത്. ആത്മാവിലാകുന്ന എല്ലാവർക്കും ഈ വിധ അനുഭവങ്ങളൊക്കെ ഉണ്ടാകണം. ആമേൻ. ആത്മാവിലാവുമ്പോൾ ദൈവശബ്ദം കേൾക്കണം. ആത്മാവിലാവുമ്പോൾ മഹത്വവാനായ കർത്താവിനെ അകത്തെ കണ്ണുകൊണ്ട് കാണണം. ആമേൻ. ആത്മാവിലാവുമ്പോൾ നമ്മുടെയും മറ്റ് സഭയുടെയൊക്കെ ഉള്ള അവസ്ഥ നമ്മൾ അറിയണം. അവൻ പരിശുദ്ധാത്മാവ് വെളിപ്പെടുത്തി തരും. അതാണ് ശരിയായ ആത്മാവ്. ആത്മാവിലാകുമ്പോൾ ഇങ്ങനെയുള്ള ആഫ്റ്റർ എഫക്ട്സ്, അതിന്റെ ഫ്രൂട്ട്സ്, അതിന്റെ ഫലം നമുക്കുണ്ടാകണം. ആത്മാവിലാകുമ്പോൾ നമുക്ക് ആർക്കും ഒരു മഹത്വം എടുക്കാനില്ല. ഈ ആത്മാവിന്റെ ഉള്ളവൻ, ഈ അത്യന്ത ശക്തി എന്റെ മേൽ പകർന്ന എന്റെ കർത്താവിന്റെ കാൽക്കൽ ഞാൻ വീണവനെ നമസ്കരിക്കുന്നു. ആത്മാവിലാകുമ്പോൾ ഉണ്ടാകേണ്ട അനുഭവങ്ങൾ അതാണ് ദൈവത്തിന്റെ സ്വാർത്ഥം. ഓക്കെ. Let's start with our today's class. ഇന്നത്തെ നമ്മുടെ ഭാഗത്തേക്ക് നമുക്ക് തിരിയാം. ഇന്നത്തെ നമ്മുടെ chapter 1 was 10 we have seen, and now chapter 1 verses 12 following. Okay, 12 following, 12 to 16. Okay, 12 to 16. ആരെങ്കിലും ഒന്ന് ഏതെങ്കിലും ഒരു ഭാഷ വായിച്ച്. എന്നോട് സംസാരിച്ച നാദം എന്തെന്ന് കാണുവാൻ ഞാൻ തിരിഞ്ഞപ്പോൾ 7 പൊൻവിളക്കുകളെയും നിലവിളക്കുകളുടെ നടുവിൽ നിലയങ്കി ധരിച്ച് മാനത്ത് പൊൻകച്ച കെട്ടിയവനായി മനുഷ്യപുത്രനോട് സദസ്യനായവനെ കണ്ടു. അവന്റെ തലയും തലമുടിയും വെളുത്ത പഞ്ഞി പോലെ ഹിമത്തോളം വെള്ളയും, കണ്ണ് അഗ്നിജ്വാല തൊത്തതും, കാൽ പുലയിൽ ചൂട്ടുപഴിപ്പിച്ച വെള്ളോടിന് സദൃശ്യവും, അവന്റെ ശബ്ദം പെരുവെള്ളത്തിന്റെ ഇരച്ചിൽ പോലെയുമായിരുന്നു. അവന്റെ വലങ്കയിൽ 7 നക്ഷത്രമുണ്ട്. അവന്റെ വായിൽ നിന്ന് മൂർച്ചയേറിയ ഇരുവയറ്റിലുള്ള വാൾ പുറപ്പെടുന്നു. അവന്റെ മുഖം സൂര്യൻ ശക്തിയോടെ പ്രകാശിക്കുന്നത് പോലെയായിരുന്നു. അവനെ കണ്ടിട്ട് ഞാൻ മരിച്ചവനെ പോലെ അവന്റെ കാൽക്കൽ വീണു. Okay, so today we start our study with chapter 1 verse 12.
and the topic is the divine messenger. First of all, the divine messenger. മഹത്വവാനായ ക്രിസ്തുവിനെയാണ് നാം ഈ ഭാഗങ്ങളിൽ ഇപ്പോൾ വായിച്ചത്. 1-ാം അധ്യായം 12 മുതൽ 18 വരെയുള്ള വാക്യങ്ങളിൽ എന്നുള്ള മലയാളം നോട്ട്സ് ഇംഗ്ലീഷ് ഇവിടെ പ്രദർശിപ്പിക്കുന്ന നോട്ട്സുമായിട്ട് അല്പം വ്യത്യാസമുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ഈ രണ്ടും കൂടെ നോക്കി അഡ്ജസ്റ്റ് ചെയ്ത് പറയുന്നത്. ദൈവത്തിന് സ്തോത്രം. ഓക്കെ, അപ്പം ഇവിടെ വാട്ട് ഈസ് ഹാപ്പനിങ് ദാറ്റ് ഫസ്റ്റ് ഓഫ് ഓൾ he is seeing as the divine messenger. When he turned his soul, 7 golden lampstands and one like Son of Man in the midst of the lampstands. And we can see this, the lampstand, okay, the lampstands. We can see this in the tabernacle. In the tabernacle, when God told Moses to build a tabernacle for him, and as the tabernacle was built, there were certain things that are to be put inside the tabernacle, and one of those things was the lampstand that you can see in the tabernacle, and also in Solomon's temple. When Solomon built a temple, there also we see the lampstand. In tabernacle, that is told in Exodus chapter 25 verses 31 to 37, and in Solomon's temple it is told in 1 Kings chapter 7 verse 49, and also Zechariah chapter 4 verse 2. So the 7 lampstands here in New Testament or in the Revelation, it indicates the 7 churches. Okay, 7 പൊൻനിലവിളക്കുകളുടെ നടുവിൽ മാറത്ത് പൊൻകച്ച കെട്ടിയവനായി, നിലയങ്കി ധരിച്ച് മാറത്ത് പൊൻകച്ച കെട്ടിയവനായി മനുഷ്യപുത്രനോട് സദൃശനായ ഒരുവനെ യോഹന്നാൻ കാണുകയാണ്. ഈ പൊൻനിലവിളക്ക് എന്ന കാര്യം നമ്മൾ പഴയ നിയമത്തിലെ കാണുന്നതാണ്. പഴയ നിയമത്തില് സമാഗമന കൂടാരം പണിയാൻ ദൈവം മോശയോട് ആവശ്യപ്പെട്ടു. നമ്മുടെ 2-3 ആഴ്ചയ്ക്ക് മുൻപുള്ള ഒരു സഭായോഗത്തിന് നമ്മുടെ അതിനെ സംബന്ധിച്ച് ദൈവജനോട് ശുശ്രൂഷിച്ചതാണ് നിങ്ങൾ ഓർക്കുന്നുണ്ടാകും. ദൈവത്തിന്റെ തേജസ് ആലയത്തിൽ സമാപന കൂടാരത്തിൽ ഇറങ്ങിയതിനെ കുറിച്ച് പുറപ്പാട് പുസ്തകം 40-ാം അധ്യായത്തിൽ അന്ന് ഞാൻ പറഞ്ഞാലും നിങ്ങളോട് ദൈവത്തിന്റെ തേജസ് ഇറങ്ങാനുള്ള കാരണം എന്താണെന്ന് പുറപ്പാട് 38-39 അധ്യായങ്ങളിൽ പറയുന്നുണ്ടെന്ന് നിങ്ങൾ ഓർക്കുന്നുണ്ടാവും. ചിലർ നിങ്ങൾ കണ്ടുപിടിച്ചതിന്റെ മറുപടിയൊക്കെ എന്നോട് പറഞ്ഞു. എന്തായിരുന്നു കാരണം? യഹോവ മോശയോട് കൽപ്പിച്ചതുപോലെ തന്നെ മോശ ചെയ്തു. എത്ര പ്രാവശ്യം പറഞ്ഞേക്കുന്നു? 18 പ്രാവശ്യം 39-40 അധ്യായങ്ങളിൽ പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ ദൈവം മോശയോട് കൽപ്പിച്ചതുപോലെ തന്നെ മോശ ചെയ്തപ്പോൾ അവിടെയാണ് എന്ത് സംഭവിച്ചത്? തേജസ് ഇറങ്ങി വന്നു. അങ്ങനെ സമാഗമന കൂടാരത്തില് ദൈവം മോശയോട് സമാഗമന കൂടാരം പണിതു. ചില കാര്യങ്ങളൊക്കെ ഇവിടെ വെക്കാനായിട്ട് പറയുന്നുണ്ട്. അങ്ങനെ സമാഗമന കൂടാരത്തിൽ വെക്കുന്ന ഉപകരണങ്ങളില് ഒരു ഉപകരണത്തിന്റെ പേരാണ് നിലവിളക്ക്. നിലവിളക്കിനെ കുറിച്ചാണ് പുറപ്പാട് പുസ്തകം 25-ാം അധ്യായം 31 മുതൽ 37 വരെയുള്ള വാക്യങ്ങൾ സമാഗമന കൂടാരത്തിലെ നിലവിളക്കിനെ കുറിച്ചാണ് പറയുന്നത്. ആ നിലവിളക്കിനെ കുറിച്ച് പറയാൻ പോയാൽ സമയം പോകും. ഞാൻ ആ ഭാഗം നിങ്ങൾ വായിച്ച് മനസ്സിലാക്കിയാൽ മതി. നിലവിളക്ക്, സമാഗമന കൂടാരത്തിലെ നിലവിളക്കിന്റെ പ്രത്യേകത എന്താണെന്നറിയാവോ? എന്താ പ്രത്യേകത? ഒറ്റ വിളക്കാണോ 7 വിളക്കാണോ? Well, you did not understand my question. My question, whether it is 1 lamp or 7 lamps. Come on, right? Only 1 lamp, but it has 7 branches. Only 1 lamp, but 7 branches. ഒരു വിളക്കേ ഉള്ളൂ, പക്ഷെ എത്ര ബ്രാഞ്ചസ് ഉണ്ട്? ശാഖകളുണ്ട്. 7 ശാഖകളുണ്ട്. അത് അടിപ്പ് പണിയായിട്ട് പ്രത്യേക നിർദ്ദേശം അനുസരിച്ച് അതിന് ദൈവം പ്രത്യേക കഴിവും ജ്ഞാനവും കൊടുത്ത ആളുകള് അത് ഉണ്ടാക്കിയതാണ്. അപ്പൊ ഒരു വിളക്കാണ്, ആ ഒരൊറ്റ വിളക്ക് തണ്ട്. ആ ഒരു വിളക്ക് തണ്ടിന്മേൽ നേരെ ഒരു തണ്ട്, 2 വശത്തേക്കുമായിട്ട് തണ്ടുകൾ, അങ്ങനെ 7 തണ്ടുകൾ ഒരു വിളക്കിൽ ഉള്ളതാണ്.
അപ്പൊ സമാന കൂടാരത്തിലെ നിലവിളക്ക് എന്ന നിലയിൽ അതിനെ നാം കാണുന്നു. പിന്നെ രണ്ടാമത് ശലോമോൻ പണിത ആലയത്തിലും 1 രാജാക്കന്മാർ 7:49 സെക്രിയ 4:2 വാക്യത്തിലും ഒക്കെ നാം അത് കാണുന്നുണ്ട്. അവിടെയും നിലവിളക്കിനെ കുറിച്ച് പരാമർശിക്കുന്നുണ്ട്. ഓക്കെ, ഇപ്പോൾ യോഹന്നാൻ ഇവിടെ തിരിഞ്ഞപ്പോൾ യോഹന്നാൻ കണ്ട ഒരു കാര്യം, 7 പൊൻ നിലവിളക്കുകളുടെ നടുവ്. ഇവിടെ ഒരു നിലവിളക്കല്ല, എത്ര നിലവിളക്കുണ്ട്? 7 നിലവിളക്കുണ്ട്. 7 നിലവിളക്കുണ്ട്. ഓക്കെ, അതെന്താണെന്ന് നമ്മൾ താഴോട്ട് പിന്നെ മനസ്സിലാക്കും. ഇവിടെ മനുഷ്യപുത്രനോട് സദൃശനായ കർത്താവിനെ കാണുകയാണ്. ദാനിയേൽ പ്രവചനം 7-ാം അധ്യായത്തിന്റെ 13-ാമത്തെ വാക്യത്തിലും നാം ഈ മനുഷ്യപുത്രനോട് സദൃശനായവൻ എന്ന പ്രയോഗത്തില് യേശുവിന്റെ ദർശനം കാണുന്നുണ്ട്. വി ഓൾസോ സീ ഇൻ the book of Daniel chapter 7 verse 13 we see about the മനുഷ്യപുത്രനോട് സദൃശനായ ഒരുത്തൻ ആകാശമേഘങ്ങളോട് വരുന്നത് കണ്ടു. മനുഷ്യപുത്രനോട് സദൃശനായ ഒരുത്തൻ, one like the son of man. So there also we read the same usage, the son of man, the son of man. Now we need to understand that ഇവിടെ കർത്താവ്, he is wearing, the son of man, the one who John is seeing, he is wearing a long garment, a robe that he is wearing. കർത്താവിന് ഉള്ള വേദപുസ്തകം കൊടുത്തിരിക്കുന്ന 3 ഔദ്യോഗിക സ്ഥാനങ്ങളുണ്ട്. There are 3 official positions that the Bible gives to Jesus. Okay, at the same time Jesus is in 3 different ways. Okay, I'll tell you. Number 1, he is a priest. Okay, number 2, he is a king, and number 3, he is a prophet. So Jesus is a priest and king and prophet at the same time. Say that again. Number 1, he is priest. Number 2, he is king. Number 3, he is prophet. യേശുവിന്റെ 3 ഔദ്യോഗിക സ്ഥാനങ്ങളെ കാണിക്കുന്നതാണ് യേശു ധരിച്ചിരിക്കുന്ന ഈ വസ്ത്രം. മഹത്വവാനായ കർത്താവിന്റെ പ്രത്യക്ഷതയില് അവൻ ധരിച്ചിരിക്കുന്ന വസ്ത്രം എന്ന് പറയുന്നത് 3 ഔദ്യോഗിക സ്ഥാനങ്ങളാണ്. Number 1 is clothed in robe, and the Greek word used for robe is പോഡ്രസ്. പോഡ്രസ് എന്ന ഗ്രീക്ക് പദമാണ് ഈ വസ്ത്രത്തിന് അല്ലെങ്കിൽ ഈ അങ്കി അല്ലെങ്കിൽ നിലയങ്കി എന്നതിന് ഉപയോഗിച്ചിരിക്കുന്നത്. അവിടെ പറഞ്ഞിരിക്കുന്ന വാക്യങ്ങളൊക്കെ പുറപ്പാട് 28:4, 29:5, ലേവ്യ 16:4 ഈ വാക്യങ്ങളൊക്കെ മഹാപുരോഹിതൻ ഉപയോഗിക്കുന്ന നീളമുള്ള അങ്കി, ആ റോബ് അല്ലെങ്കിൽ ആ വസ്ത്രത്തെ കുറിച്ച് പറയുകയാണ്. അപ്പൊ അവിടെയും ഈ വാക്ക് തന്നെ ഉപയോഗിച്ചിരിക്കുന്നത്. ഏത് വാക്ക്? പോഡ്രസ് എന്ന ഗ്രീക്ക് വാക്ക് തന്നെയാണ് ഈ ഭാഗങ്ങളിലെല്ലാം ഉപയോഗിച്ചിരിക്കുന്നത്. So the cloth that Jesus is wearing, that itself shows us very clearly that our Jesus is the not just the priest, but he is the high priest. High priest. He is not an ordinary priest, but he is the high priest. Okay, let me ask you, you children, somebody answer me. In the Old Testament time, how many high priests were there at the same time? One time, how many high priests were there? There were a lot of priests, hundreds of priests, and they were divided into 24 divisions in David's time. 24 divisions, they were divided. So hundreds of priests, but how many high priests will be there? How many? Come on, nobody heard so far? Anybody here? One. You heard from somebody? Yes. One. മഹാപുരോഹിതൻ എന്ന് പറയുന്ന ആള് ഒരു സമയത്ത് ഒരാൾ മാത്രമേ ഉള്ളൂ. എന്നാൽ പുരോഹിതന്മാര് വലിയ ഗണമാണ്. 100 കണക്കിന് പുരോഹിതന്മാരുണ്ട്. ലേവ്യ ഗോത്രം മുഴുവൻ ആരാണ്?
പുരോഹിത ഗോത്രമാ. 100 കണക്കിന് പുരോഹിതന്മാരുണ്ട്. ഈ പുരോഹിതന്മാര് എല്ലാവർക്കും ഒരുമിച്ച് ശുശ്രൂഷ ചെയ്യണ്ട. 24 കൂറുകളായിട്ട് 24 സെക്ഷൻസ് ആയിട്ട് അവരെ തിരിച്ചിട്ടുണ്ട്, ഗ്രൂപ്പ്സ് ആയിട്ട് തിരിച്ചിട്ടുണ്ട് ദാവീദിന്റെ കാലത്ത്. അപ്പൊ ഒരു ഗ്രൂപ്പ് ഈ ഞായറാഴ്ച നാളെ ഒന്നാമത്തെ ഗ്രൂപ്പ് ശുശ്രൂഷ ചെയ്യുന്നെങ്കിൽ പിന്നെ 23 ടേൺ കഴിഞ്ഞിട്ട് അവർക്ക് ശുശ്രൂഷ ചെയ്താൽ മതി. കാരണം ഓരോ ഗ്രൂപ്പിനും ഓരോ ടേൺ അനുസരിച്ച് ശുശ്രൂഷ ചെയ്യുന്നത്. ദാവീദിന്റെ കാലത്ത് അങ്ങനെ പുരോഹിതന്മാരുടെ എണ്ണം കൂടിയപ്പോഴും ആളുകളുടെ ആവശ്യം അനുസരിച്ചും ഗ്രൂപ്പുകളായിട്ട് അവരെ തിരിച്ചതാണ്. ബട്ട് there are so priests are hundreds, several priests, but high priest is only one person, one high priest at a time. ഒരൊറ്റ മഹാപുരോഹിതൻ മാത്രമേ ഉള്ളൂ. മഹാപുരോഹിതന്മാര് 2 ഇല്ല. അതിന് അനുവാദമില്ല, പ്രമാണമില്ല. പുരോഹിതന്മാർ ഇഷ്ടം പോലെയുണ്ട്. അവരെ ഗ്രൂപ്പുകളായി തിരിച്ചിട്ടുണ്ട്. എന്നാൽ ഒരു മഹാപുരോഹിതനേ ഉള്ളൂ. അപ്പൊ യേശു ധരിച്ചിരിക്കുന്ന ഈ വസ്ത്രം, the robe, the borders shows that he is the high priest. He is the high priest, and there is a clothing differentiation between an ordinary priest cloth and a high priest cloth. Okay, so the word borders is used not for the ordinary priest, but it is used for the high priest. So that means our Jesus is not an ordinary priest, but he is the high priest. Okay, ഒരു സാധാരണ പുരോഹിതന് ഉപയോഗിക്കുന്ന വസ്ത്രത്തിന് ഈ പേര് കൊടുത്തിട്ടില്ല. മഹാപുരോഹിതന്റെ വസ്ത്രം പ്രത്യേകമാണ്. സാധാരണ പുരോഹിതന്മാരുടെ വസ്ത്രത്തെക്കാൾ പ്രത്യേകമാണ്. ആ പ്രത്യേകമായി മഹാപുരോഹിതൻ ധരിക്കുന്ന വസ്ത്രത്തിന് കൊടുത്തിരിക്കുന്ന പേരാണ് ബോർഡേഴ്സ് എന്ന വാക്ക്. അപ്പൊ നമ്മുടെ കർത്താവ് ഒരു സാധാരണ പുരോഹിതനല്ല, മറിച്ച് അവൻ ആരാണ്? മഹാപുരോഹിതൻ. അപ്പൊ ഈ വസ്ത്രം കർത്താവിന്റെ ഒന്നാമതായിട്ട് കർത്താവിന്റെ പൗരോഹിത്യത്തെ കാണിക്കുന്നു. നമ്പർ 1, it shows that he is the high priest. Okay, and then secondly, this word is used for the king's robe. The kings who are wearing, the kings who have a special robe. That is a royal cloth. And kings also use that kind of clothes, also called as borders. രാജാക്കന്മാർ ഉപയോഗിക്കുന്ന വസ്ത്രത്തിനും ഈ വാക്ക് തന്നെയാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഈ പറയപ്പെട്ട വാക്യങ്ങളിൽ അത് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. 1 ശമൂവേൽ 18:4, 24:11, എസ്കേൽ 26:16. ഈ വാക്യങ്ങളിലൊക്കെ രാജാക്കന്മാർ ഉപയോഗിക്കുന്ന വസ്ത്രത്തിനും, നീണ്ട വസ്ത്രമാണ് രാജാക്കന്മാർ അന്ന് ധരിച്ചിരുന്നത്, വലിയ അങ്കി, അതിനും ഈ വാക്ക് തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. So the resurrected Christ is wearing the robes of royalty. Amen. He is wearing the robes of royalty. He was no longer a criminal on the cross of Calvary, but he was dressed like a king now. Amen. When my Jesus was taken to Calvary, after he was being captured from the Garden of Gethsemane, he was taken to Pilate and Herod and other rulers, and there we read that they have changed his robe, and they gave him another cloth, which is a humiliating cloth, and Jesus was wearing that cloth, and he was executed, sentenced before the rulers with that kind of cloth, and he was taken to the cross of Calvary, carrying his own cross and hanged there or crucified there with that kind of cloth. It's a cloth of humiliation. While he was on the cross, the cloth was a humiliating cloth. It was not a decent cloth. It was a cloth that usually criminals were using. But now my Jesus is wearing a robe. Amen. And that is the robe of a king. Amen. That means he is no more a criminal, but he is the King of kings. Amen. And the Lord of lords. Hallelujah. യേശുവിനെ പിടിച്ചപ്പോൾ അവർ ധരിപ്പിച്ച അവന്റെ അങ്കി മാറ്റി നമ്മൾ വായിക്കുന്നു. അവന്റെ വസ്ത്രം നീക്കി, അല്ലെങ്കിൽ അവന്റെ മേലങ്കി നീക്കി വേറെ വസ്ത്രം ധരിപ്പാൻ കൊടുത്തു. ആ കൊടുത്ത വസ്ത്രം എന്ന് പറയുന്നത്
താഴ്ചയുടെ അല്ലെങ്കിൽ അവനെ പരിഹസിക്കുന്ന വസ്ത്രമാണ്. അല്ലെങ്കിൽ ഒരു ക്രിമിനലിന്, ഒരു കുറ്റവാളിക്ക് ഉപയോഗിക്കുന്ന വസ്ത്രമാണ് അവനെ ധരിപ്പിച്ചത്. ആ വസ്ത്രം കൊണ്ടാണ് കർത്താവിനെ ന്യായവിസ്താരത്തിന് കൊണ്ടുപോയത്, അടിക്കാൻ കൊണ്ടുപോയത് ആ വസ്ത്രം കൊണ്ടാണ്. അത് ധരിച്ചുകൊണ്ടാണ് യേശു താൻ തന്നെ ക്രൂശെടുത്തുകൊണ്ട് കാൽവരിയിലേക്ക് പോകുന്നത്. അവിടെ കർത്താവ് ക്രൂശിന്മേൽ തൂങ്ങിയപ്പോഴും ആ വിധത്തിലുള്ള ഒരു കുറ്റവാളിയെ എത്ര അപമാനിക്കാമോ അത്രയും അപമാനിക്കുന്ന ഒരു വസ്ത്രമാണ് യേശു ധരിച്ചുകൊണ്ട് ക്രൂശിൽ തൂങ്ങിക്കിടന്നത്. ആമേൻ. എന്റെ യേശു എന്തിനാ ഈ അപമാനത്തിന്റെ വസ്ത്രം ധരിച്ചുകൊണ്ട് ക്രൂശിൽ തൂങ്ങിക്കിടന്നത്? ഒറ്റ മറുപടി ഇന്ന് രാത്രി പറയാ. സ്തോത്രം പറയേണ്ട ഒരു പറഞ്ഞു വേണം. ദൈവത്തിന് സ്തോത്രം. എന്തിനാണെന്നറിയാമോ? നീതിയുടെ വസ്ത്രം എനിക്കും നിനക്കുണ്ട്. നീതിയുടെ വസ്ത്രം. He wanted to give the cloth of righteousness for you and I, and that is why Jesus wore this cloth of humiliation. But now you see him as a risen Savior, a glorified Christ in such a robe, and that robe shows that our Jesus is no more a criminal on the cross, but he is a king and he is a royal person now. Amen. അവൻ രാജാവാണ്. രാജകീയ വസ്ത്രം ധരിച്ചുകൊണ്ട് ഇന്ന് അവനെ നാം കാണുന്നത്. Okay. And thirdly, number 3, this cloth was used for prophet. The borders was used by prophet. Prophets also were using the same kind of cloth in those days. And the prophets' clothes were distinguished with that and their official character. Their ministry was proved because of their cloth. When prophets comes in those days, people understand, here comes a prophet. By his garment, by the way of his dressing, they understand that he is a prophet. So now this cloth, the word is used for prophet's clothes also. So my Jesus is a prophet. Okay, he is not just a prophet, and he is the true, real prophet. Amen. Hallelujah. Amen. Yes. There is no greater prophet than my Jesus. Amen. Yes. Amen. പഴയ നിയമകാലത്ത് നമ്മൾ കണ്ടു ആരൊക്കെയാണ്? ഒന്നാമത് പുരോഹിതന്മാർ ഉപയോഗിക്കുന്ന വസ്ത്രം, രണ്ടാമത് രാജാക്കന്മാർ ഉപയോഗിക്കുന്ന വസ്ത്രം, മൂന്നാമത് പ്രവാചകന്മാർ ഉപയോഗിക്കുന്നു. ഈ 3 കൂട്ടര് ഉപയോഗിക്കുന്ന ഈ നീളക്കുപ്പായം, വലിയ ഈ നീണ്ട ഈ ഗാർമെന്റ്, ഈ റോബ്, നിലയങ്കി എന്നാണ് മലയാളത്തിൽ പറയുന്നത്. ഈ നിലയങ്കി 3 കൂട്ടർ ഉപയോഗിക്കുമായിരുന്നു. ആ 3 കൂട്ടർ ഉപയോഗിക്കുന്ന നിലയങ്കിക്ക് ഈ വാക്കാണ് ഉപയോഗിച്ചിരുന്നത്. അത് യേശുവിന്റെ 3 ഔദ്യോഗിക സ്ഥാനങ്ങളെ കാണിക്കുന്നു എന്ന് നമ്മൾ കണ്ടു. 1, നമ്മുടെ യേശു മഹാപുരോഹിതനാണ്. 2, നമ്മുടെ കർത്താവ് രാജാവാണ്. അവൻ രാജാതിരാജാവാണ്. 3, നമ്മുടെ കർത്താവ് ആരാണ്? ശ്രേഷ്ഠ പ്രവാചകനാണ്. സാധാരണ പ്രവാചകനല്ല, സകല പ്രവാചകന്മാരെക്കാളും ഉത്തമനായ പ്രവാചകനായ ആമേൻ. ആമേൻ. ഏറ്റവും വലിയ പ്രവചനം പറഞ്ഞിട്ടുള്ളത് എന്റെ കർത്താവ്. സ്തോത്രം. ആമേൻ. ഹല്ലേലൂയ. ഇന്നത്തെ നമ്മുടെ പ്രവാചക ഗണങ്ങളെ പോലെ അനിവാഴ്ചയെന്നും പറഞ്ഞ് തലേ കൈവച്ചൊന്നും അല്ല എന്റെ കർത്താവ് പറഞ്ഞത്. എന്റെ കർത്താവ് പറഞ്ഞ പ്രവചനം ഇന്നും നമ്മുടെ കൺമുൻപിൽ നടന്നുകൊണ്ടിരിക്കുക, ബാക്കി നടക്കാൻ പോകുന്നത്. ആമേൻ. ഏറ്റവും വലിയ പ്രവാചകൻ നമ്മുടെ യേശുവാണ്. ആമേൻ. അപ്പോൾ ഈ 3 ഔദ്യോഗിക സ്ഥാനങ്ങൾ, യേശുവിന്റെ 3 different official positions are shown by this robe. ഈ റോബ് അല്ലെങ്കിൽ നിലയങ്കി ധരിക്കുന്നതിലൂടെ കർത്താവിന്റെ 3 ഔദ്യോഗിക സ്ഥാനങ്ങൾ നമുക്ക് വെളിപ്പെടുകയാണ്. Okay. Now chapter 1 verses 14 through 18. 1 verses 14 through 18 we see the picture of the risen Christ. ഉയർത്തെഴുന്നേറ്റ കർത്താവിന്റെ ദർശനമാണ് ഈ 14 മുതൽ 18 വരെയുള്ള വാക്യങ്ങൾ നമ്മൾ കാണുന്നത്. നമ്മൾ ആ വാക്യങ്ങൾ വായിച്ചല്ലോ, ഇവിടെ ഓൾറെഡി വായിച്ചു. ദൈവത്തിന് സ്തോത്രം. ഓക്കെ, മലയാളത്തില് അതിന് പറയുന്നത്, ശ്രദ്ധിച്ച് കേൾക്കണ വാക്ക്, കുറിക്കേണ്ട ഒരു കൃത്യമാണ്.
സപ്തമഹിമാ വിഭൂഷിതനായ ക്രിസ്തു. മനസ്സിലായോ? ഓക്കെ, സപ്തമഹിമാ വിഭൂഷിതനായ ക്രിസ്തു. അത് എഴുതി കഴിഞ്ഞ് തന്നെ കൈ കാണിക്കണേ. എഴുതി കഴിഞ്ഞോ? ഒന്നുകൂടെ പറയണോ? സപ്ത മഹിമ വിഭൂഷിതനായ ക്രിസ്തു. ഓക്കെ, സപ്തം എന്ന് പറഞ്ഞാൽ എത്രയാ? 7. സപ്ത മഹിമ. വിഭൂഷിതൻ എന്ന് പറഞ്ഞാൽ എന്താ? ധരിച്ചിരിക്കുന്നവൻ. ധരിച്ചിരിക്കുന്നവൻ. അപ്പം 7 വിധ 7 വിധ മഹിമ ധരിച്ചിരിക്കുന്ന കർത്താവിനെയാണ് നമ്മള് 14 മുതൽ 18 വരെയുള്ള വാക്യങ്ങളിൽ കാണുന്നത്. 7 kinds of appearance of the Jesus appearance, and you see it in 7 different ways. Okay, number 1, it is told about his head and hair, and number 2, it is again description of his eyes, and thirdly description about his feet, and fourthly description about his voice, then fifthly description about his hands, and then 6th description about his mouth, and then 7 description about his face. ഒന്നാമത് കർത്താവിന്റെ തലയും തലമുടിയും അതിനെ കുറിച്ചുള്ള വിവരണം നാം കാണുന്നു. 2 അവന്റെ കണ്ണിനെ കുറിച്ച്, 3 അവന്റെ കാലിനെ സംബന്ധിച്ച്, 4 അവന്റെ ശബ്ദം അതിനെ സംബന്ധിച്ച്, 5 അവന്റെ വലങ്കയെ കുറിച്ച്, 6 അവന്റെ വായിൽ നിന്ന് വരുന്ന വാളിനെ കുറിച്ച്, 7 അവന്റെ മുഖം സൂര്യനെ പോലെ പ്രകാശിക്കുന്നതിനെ കുറിച്ച്. ഇങ്ങനെ 7 കാര്യങ്ങളാണ് ഉയർത്തെഴുന്നേറ്റ കർത്താവിനെ സംബന്ധിച്ച് ഇവിടെ ദർശിക്കുന്നത്. 7 കാര്യങ്ങൾ. സ്തോത്രം. എന്താ നമ്മൾ പറഞ്ഞ മലയാളത്തില്? ഞാൻ ഉദ്ദേശിക്കുന്നതിനേക്കാളൊക്കെ നിങ്ങൾക്ക് മലയാളം അറിയാം. ഞാനിപ്പോ നിങ്ങൾക്ക് ബോംബെയിലൊക്കെ വന്ന് മലയാളം മറന്നുപോയിരുന്നു. കുഴപ്പമില്ല, നന്നായിട്ട് അറിയാം. സ്തോത്രം. സപ്തമഹിമാ വിഭൂഷിതനായ ക്രിസ്തു. ഓക്കെ, ജീസസ്, the picture of the risen Christ. Okay, let's see. Number 1, his head and hair were white as snow. You can compare it with Daniel chapter 7 verse 9. Same thing told there, as Daniel sees in the vision, one like the Son of Man. The same expressions are told there. So his head and hair were white as snow. Okay, it stands for the eternal existence of God. It speaks of the divine purity. Okay, his head and his hair are white as snow. They are white as snow. And it is not because that Jesus is old and very old, and therefore his hairs became so grey, his skin and everything is wrinkled. No, nothing happens like that. He is the risen Savior, and his appearance here, it shows something different. That's a spiritual meaning speaking to us, that it stands for the eternal existence of God. It speaks of the divine purity. അവന്റെ തലയും തലമുടിയും വെളുത്ത പഞ്ഞി പോലെ ഹിമത്തോളം വെണ്മയുള്ളതാണ്. സ്തോത്രം. ദാനിയേൽ പ്രവചനം 7-ാം അധ്യായം 9-ാം വാക്യത്തിൽ അതേ കാര്യം ദാനിയേൽ കാണുന്ന ദർശനത്തിൽ പറയുന്നുണ്ട്. മനുഷ്യപുത്രനോട് സദൃശനായവനെ കാണുമ്പോൾ അതേ രീതിയിലാണ് ദാനിയേൽ കാണുന്നത്. ഓക്കെ, ഇവിടെ വെളുത്തു പഞ്ഞി പോലെ ഹിമത്തോളം വെണ്മയായ തലയും തലമുടിയും എന്ന് പറയുമ്പോൾ യേശുവിന്റെ പ്രായത്തെ അല്ല അത് കാണിക്കുന്നതെന്ന് നമ്മൾ മനസ്സിലാക്കണം. കർത്താവ് പ്രായം കൂടി ജരാനരകൾ ബാധിച്ച ഒരാളായിട്ടല്ല ഈ ഭാഗത്ത് നിന്ന് വാക്യത്തിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്. സ്തോത്രം. ഇവിടെ ഈ തലയും തലമുടിയും വെളുത്ത പഞ്ഞി പോലെ ഹിമത്തോളം വെള്ളയായത് എന്ന് പറയുമ്പോൾ അത് സൂചിപ്പിക്കുന്നത് കർത്താവിന്റെ നിത്യ അസ്തിത്വത്തെയാണ്. അവൻ ഇന്നലെ അവൻ എങ്ങനെയായിരുന്നു, ഇന്ന് അവൻ എങ്ങനെയാണ്, നാളെ അവൻ എങ്ങനെയാണ്. അവൻ ഒരിക്കലും എന്തില്ല, മാറ്റമില്ല. അതുകൊണ്ടാണ് നമുക്ക് മനസ്സിലാകുന്ന ഭാഷയിൽ എബ്രായ ലേഖനകർത്താവ് പറഞ്ഞത്, ജീസസ് ക്രൈസ്റ്റ് is the same yesterday, today and forever. യേശുക്രിസ്തു ഇന്നലെയും ഇന്നും
അവനൊരിക്കലും മാറ്റമില്ല. കർത്താവിന് ഈ ഭൂമിയിലേക്ക് വന്നപ്പോൾ അവൻ ജഡശരീരമെടുത്തു വന്നു, മനുഷ്യന് വേണ്ടി വന്നു. അവൻ ഭൂമിയിൽ മനുഷ്യനായി ജീവിച്ചു, മനുഷ്യന് വേണ്ടി മരിച്ചു, ശരീരത്തിലെ കഷ്ടം അവൻ അനുഭവിച്ചു. അവനെ കണ്ടാൽ യെശയ്യാവ് പറയുന്നത് പോലെ കണ്ടാൽ ആളല്ല എന്ന് തോന്നുമാർ അവൻ എന്തായി തീർന്നു? വിരൂപനായി മാറി. എനിക്കും നിങ്ങൾക്കും വേണ്ടി, നമുക്ക് വേണ്ടി അവൻ. എന്തിനാ നമ്മുടെ മുഖത്ത് ഇന്ന് കാണുന്ന ഈ സൗന്ദര്യം ഉണ്ടല്ലോ, ഈ ദൈവ തേജസ് ഉണ്ടല്ലോ, നമ്മുടെ മുഖത്ത് വ്യാപരിക്കുന്ന ഈ തേജസ്, അത് തരാനാ എന്റെ യേശു വിരൂപനായി മാറിയത്. എന്നാൽ ഇന്ന് കർത്താവ് അങ്ങനെയല്ല. അവൻ ഉയർത്തെഴുന്നേറ്റത് അവൻ ഉയർപ്പിന്റെ ശരീരത്തിന്റെ ഉടമയായിട്ടാണ്, തേജസ്സുള്ള ശരീരധാരിയായിട്ട് അവൻ എഴുന്നേറ്റത്. ഇന്ന് അവന്റെ തലയും തലമുടിയും ഹിമത്തോളം വെളുത്തു പഞ്ഞിയായിരിക്കുന്നത് പ്രായാധിക്യം കൊണ്ടല്ല, അവൻ നിത്യ അസ്തിത്വമുള്ളവനാണെന്ന് തെളിയിക്കാനാണ്. സ്തോത്രം. ആരംഭത്തിൽ അവനുണ്ടായിരുന്നു, ഇന്ന് അവനുണ്ട്, നാളെയും അവനുണ്ടായിരിക്കും. സ്തോത്രം. ആമേൻ. അതുകൊണ്ട് അതാണ് ഈ ഇംഗ്ലണ്ടിലെ ജഡ്ജസ് അല്ലെങ്കിൽ ന്യായാധിപന്മാര് അവര് ജഡ്ജ് ചെയ്യാനായിട്ട് ഇരിക്കുമ്പോൾ, ഇംഗ്ലണ്ടിലെ ന്യായാധിപന്മാര് ന്യായാസനത്തില് ജഡ്ജിമാർ ഒക്കെ വിധി കൽപ്പിക്കാൻ ഇരിക്കുമ്പോൾ അവരവിടെ വന്ന് കയറി അവിടെ ഇരിക്കുന്നതിന് മുൻപ് അവർക്ക് ധരിക്കാനുള്ള ഈ ഒഫീഷ്യൽ ഗാർമെന്റ്സ് ഉണ്ടല്ലോ, ജഡ്ജിയുടെ ആ വസ്ത്രം ഉണ്ടല്ലോ, അത് കൂടാതെ അവർ ഒരു മുടി എടുത്തു വെക്കും. ഒരു മുടി. ഇംഗ്ലണ്ടിന്റെ ചരിത്രം നിങ്ങൾ നോക്കിയോ, എവിടെയെങ്കിലും അതിന്റെ പടമൊക്കെ എടുത്ത് നോക്കിയോ, ഇങ്ങനെ ചുരുണ്ട് ഒടിഞ്ഞൊടിഞ്ഞ് കിടക്കുന്ന നല്ല ഭംഗിയുള്ള മുടി, ഇങ്ങനെ താഴെ വരെയുള്ള മുടി കാണാം. അത് അവരുടെ ഒറിജിനൽ മുടിയൊന്നുമല്ല. അവർ ന്യായാധിപനായി ഇരിക്കുമ്പോൾ ആ ന്യായാധിപനായി ഇരിക്കുന്നു എന്നതിന്റെ അധികാരത്തെ കാണിക്കുന്ന ആ മുടി. അതായത് നീട്ടി വളർത്തി അങ്ങനെ വെച്ചേക്കുന്നൊന്നുമല്ല. ദാറ്റ് ഈസ് an official clothing and they have to wear that while they are sitting on the judgment seat. Amen. ന്യായാധിപനായിട്ട് ന്യായം വിധിക്കാൻ ഇരിക്കുമ്പോൾ അവിടെ അത് ധരിച്ചുകൊണ്ട് അവർക്ക് ഇരിക്കാൻ പറ്റുകയുള്ളൂ. അത് ധരിച്ചുകൊണ്ട് അവരവിടെ ഇരിക്കുന്നത്. സ്തോത്രം. ആമേൻ. അങ്ങനെയെങ്കിൽ എന്റെ യേശു ആരാണെന്നാ കാണിക്കുന്നത്? ഓ സ്തോത്രം. അവനാണ് ശരിയായ ന്യായാധിപൻ. ഈ ലോകത്തിലെ എല്ലാ ന്യായാധിപന്മാരും വിധി പറഞ്ഞാൽ അതിനകത്ത് ഇച്ചിരി കുഴപ്പമുണ്ടാവും. ഇച്ചിരി കുഴപ്പമുണ്ടാവും എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാകുമല്ലോ. നമ്മുടെ ഒരു കേസുമായിട്ട് നമ്മൾ ഏറ്റവും താഴെ കോടതി പോകും. അവിടെ ചെന്ന് ആ കേസ് താഴെ കോടതി കൈകാര്യം ചെയ്തു. അവരത് നോക്കിയിട്ട് അവർ പറയുകയാണ്, ഓ വെൽ മിസ്റ്റർ കെ ജെ ജെയിംസ്, the case regarding you, we have read and go through that, and as a result of the case it shows that you are a culprit, you are supposed to be punished. നിങ്ങൾ കുറ്റക്കാരനാണ്, അതുകൊണ്ട് ഈ കോടതി നിങ്ങളെ കുറ്റക്കാരനായിട്ട് വിധിക്കുന്നു. പക്ഷെ ഞാനൊരു ഇന്ത്യൻ പൗരനാ, എനിക്കെതിരെ ഈ താഴത്തെ കോടതി അങ്ങനെ ഒരു കുറ്റം വിധിച്ചാൽ എനിക്ക് എന്ത് ചെയ്യാൻ കഴിയും? മേൽക്കോടതിയിലോട്ട് പോകാൻ കഴിയും. സെഷൻസ് കോടതി, മജിസ്ട്രേറ്റ് കോടതി. അവിടെ ചെന്ന് അവരും പറയാ നിങ്ങൾ തെറ്റുകാരനാ, താഴത്തെ വിധി പോലെ തന്നെ നിങ്ങളെ മരണത്തിന് ഞാൻ വിധിച്ചിരിക്കുന്നു, അല്ലെ തൂക്കിക്കൊല്ലാൻ വിധിച്ചു. അങ്ങനെ വന്നു കഴിയുമ്പോഴും കേൾക്കുമ്പോൾ ഒരു ഞെട്ടലുണ്ടാവുമെങ്കിലും ഞാനൊരു ഇന്ത്യൻ പൗരനായതുകൊണ്ട് എനിക്ക് പിന്നെ ഒരു അവകാശമുണ്ട്. എന്താണെന്നറിയാവോ? എനിക്ക് ഹൈക്കോടതിയിൽ പോകാം. ഹൈക്കോടതിയും പറയാ നീ തെറ്റുകാരനാ, നിന്നെ വിധിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞാൽ വീണ്ടും എനിക്ക് ഒരു ചാൻസ് കൂടി ഉണ്ട്. എവിടെ പോകാം? സുപ്രീം കോടതിയിൽ പോകാം. അവസാനം സുപ്രീം കോടതി പറയുകയാണ്, സോറി, we need to agree with all other sentences, all other verdict, and we join with that, and we want to tell you that sorry, you are to be sentenced to death. സുപ്രീം കോടതിയും പറയാ നിങ്ങള് മരണത്തിന് വിധേയനാ, നിങ്ങളുടെ തെറ്റ് അതുപോലെയാ, അതുകൊണ്ട് ഒന്നും ചെയ്യാൻ കഴിയില്ല. സോ ഇന്ന ദിവസം നിങ്ങളെ തൂക്കിക്കൊല്ലാൻ വിധിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞാല് നമ്മുടെ കാഴ്ചപ്പാടില് എന്നെ സംബന്ധിച്ച് തീർന്നു, എന്റെ കാറ്റ് പോയി, ഗ്യാസ് തീർന്നു. സുപ്രീം കോടതി വിധിച്ചല്ലേ, പിന്നെ ചാകാനുള്ള ദിവസം നോക്കി എണ്ണി ഇങ്ങനെ കഴിയാൻ. പക്ഷെങ്കിൽ ഞാൻ ഒരു ഇന്ത്യൻ പൗരനായതുകൊണ്ട് എനിക്ക് ഒരു പിടിയുണ്ട്. അതെന്താണെന്നറിയാമോ? Come on, yeah, the
the President of India, the first citizen, the President of India has the right. ഞാനൊരു ദയാഹർജി എഴുതി ആ ദയാഹർജി പ്രസിഡന്റിന് സമർപ്പിക്കുകയാണ്. പ്രസിഡന്റ് അത് വായിച്ചിട്ട് ഓഗസ്റ്റ് 15 റിപ്പബ്ലിക് ഡേക്ക് ഒക്കെ വരുമ്പോൾ പ്രസിഡന്റിന് ഇത്ര പേരെ ഫ്രീ ആയിട്ട് വിടാനുള്ള അനുവാദം ഗവൺമെന്റ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ കൊടുക്കുന്നുണ്ട്. അപ്പൊ എന്റെ കേസ് വായിച്ച് വന്നപ്പോൾ പ്രസിഡന്റ് സുപ്രീം കോടതി കൊല്ലാൻ വിളിച്ചതാണ്. പക്ഷെ പ്രസിഡന്റിന്, ഇന്ത്യയുടെ 1ാം പൗരന്, സുപ്രീം കോടതിയേക്കാൾ അധികാരമുള്ള ഈ മനുഷ്യന് തോന്നി ഈ ആളെ അന്ന് വെറുതെ വിട്ടേക്കാം, പാവല്ലേ, ചിലപ്പോൾ പറ്റിയതായിരിക്കാം അല്ലെ പറ്റാത്തതായിരിക്കാം, അന്ന് വെറുതെ വിട്ടേക്കാമെന്ന് പ്രസിഡന്റ് വിചാരിച്ചാൽ പിന്നെ ഇന്ത്യയിലെ ഒരു നിയമത്തിന് തന്നെ ഒന്നും ചെയ്യാനായിട്ട് കഴിയില്ല. ഐ ആം എ ഫ്രീ പേഴ്സൺ. ശ്രദ്ധിക്കേ, കീഴ്ക്കോടതി സെഷൻസ് കോടതിയുടെ വിധി മജിസ്ട്രേറ്റ് കോടതി ദുർബലപ്പെടുത്തി, അവരുടെ വിധിയെ ഹൈക്കോടതി ദുർബലപ്പെടുത്തി, അവരുടെ വിധിയെ സുപ്രീം കോടതി ദുർബലപ്പെടുത്തി, സുപ്രീം കോടതി വിധി ആര് ദുർബലപ്പെടുത്തി? പ്രസിഡന്റ് ദുർബലപ്പെടുത്തി. അപ്പോൾ ഈ ലോകത്തിലുള്ള ഇവിടുത്തെ ന്യായാധിപന്മാരും ജഡ്ജസും ഒക്കെ വിധിക്കുന്ന വിധികളെ എന്ത് ചെയ്യാവുന്നതാണ്? മാറ്റം വരാവുന്നതാണ്. അതുകൊണ്ടാണ് അവരുടെയൊക്കെ ഇരിപ്പിടം കർത്താവ് വിധിക്കാതിരിക്കുന്ന ഇരിപ്പിടം. നമ്മളിനി മുന്നോട്ട് വരുമ്പോൾ പഠിക്കാൻ പോകുന്നേ ഉള്ളൂ. യേശു ന്യായവിധി നടത്താൻ ഇരിക്കുന്ന ഇരിപ്പിടത്തിന് പറയുന്ന പേരെന്താണെന്നറിയോ? സിംഹാസനം എന്നാ പറയുന്നത്. സിംഹാസനം. ഇവിടുത്തെ ഏതെങ്കിലും ജഡ്ജിമാർ ഇരിക്കുന്ന ബെഞ്ച് സിംഹാസനം എന്ന് പറയും. എന്നാന്ന് പറയുന്നത്? ബെഞ്ച്, ഡിവിഷണൽ ബെഞ്ച് എന്നൊക്കെ പറഞ്ഞ് ബെഞ്ച് എന്നാ പറയുന്നത്. ഇവിടുത്തെ ഏത് വലിയ ജഡ്ജി വിധിക്കാതിരിക്കുന്ന ഇരിപ്പിടത്തിന് എന്താ പറയുന്നത്? ബെഞ്ച്. അത് ഔദ്യോഗിക കോടതി ഭാഷയാണ് ബെഞ്ച് എന്നാ. എന്നെ കർത്താവ് വിധി നടത്താൻ ഇരിക്കുന്ന ഇരിപ്പിടത്തിന് സീറ്റിന്റെ പേര് എന്നാണെന്നറിയോ? സിംഹാസനം. It's a throne. അതിന്റെ കാര്യം എന്താണെന്നറിയാവോ? എന്റെ യേശുവിന്റെ വിധി അന്തിമ വിധി. അതിനെ മാറ്റാൻ ആർക്കില്ല. Nobody can change his verdict. When he said that you are to be punished, then that is done. ഞാൻ നിങ്ങളെ അറിയുന്നില്ല എന്ന് യേശു പറയുന്ന ഒരു സമയം. അപ്പൊ ഇപ്പുറത്ത് ഒരു കൂട്ടർ പറയുക, എന്താ പറയുന്നത്? കർത്താവേ, നിന്റെ നാമത്തിൽ ഞങ്ങള് പ്രസംഗിച്ചു. അയ്യോ, ഞങ്ങള് പ്രസംഗിച്ചില്ലേ, ഞങ്ങള് തിരുവത്താഴം നടത്തിയില്ലേ, ഞാൻ ഒത്തിരി പേരെ സ്നാനപ്പെടുത്തിയില്ലേ കർത്താവേ, നിന്റെ നാമത്തിൽ ഞങ്ങൾ ഒത്തിരി ആരാധന കൂടിയില്ലേ, അയ്യോ കർത്താവേ, കഞ്ചൂർമാരുടെ സഭയിലെ ഞാൻ എന്ത് കഷ്ടപ്പെട്ട വെളിപ്പാട് ക്ലാസ് മുഴുവൻ എടുത്തത്, ഇതെല്ലാം ഞാൻ ചെയ്തില്ലേ കർത്താവേ എന്നെല്ലാം എനിക്ക് ന്യായം പറയാൻ കഴിയും. പക്ഷെങ്കിൽ ഞാൻ വചനപ്രകാരം ജീവിച്ചില്ലെങ്കിൽ യേശുവിന്റെ അന്തിമ വിധി, ഐ ഡു നോട്ട് നോ അബൌട്ട് യു, ഞാൻ നിന്നെ അറിയുന്നില്ല. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. വളരെ ഗൗരവമായി നമ്മുടെ ക്രിസ്തീയ ജീവിതം നമ്മൾ കഴിയും. You need to be very cautious, very serious about our Christian life. Amen. Hallelujah. ഞാൻ ചിലപ്പോൾ ഈ പൗലോസ് പറയുന്ന ഒരു പ്രസ്താവനയുണ്ട്. Paul says in Philippians that I don't want to want that it to happen. ഞാൻ പറയുന്ന വാക്യം അതുപോലെ ആയിരിക്കില്ല. I don't want to happen that my running, my race, all that I have done is to be in vain. ഞാൻ ഓടിയതും അധ്വാനിച്ചതും ആരാ പറയുന്നത്? പൗലോസ്. ആരാ? നമ്മളെ കാലത്ത് വലിയ പുള്ളിയാ എന്ന് മാത്രമല്ല, വെളിപ്പാടുകളുടെ ആധികാരികത എവിടം വരെ പോയ ആളാ? 3ാം സ്വർഗം വരെ എടുക്കപ്പെട്ട് സ്വർഗീയ ഭാഷകളും നേരിട്ട് കേട്ടയാളാ പൗലോസ്. ആ പൗലോസാ പറയുന്നത് ഞാൻ ഓടിയതും അധ്വാനിച്ചതും. അയ്യോ, പൗലോസ് അത് പറഞ്ഞെങ്കിൽ കെ ജെ ജെയിംസിന്റെ കാര്യം എന്താന്ന് ഓർത്ത് നോക്കി. എന്തും മാത്രം ശ്രദ്ധിച്ചാ പറ്റും. ആമേൻ, ആമേൻ. Yes, the ultimate verdict comes from my Lord. ആത്യന്തിക വിധി എന്റെ യേശുവിൽ നിന്നാണ് വരുന്നത്. അവനാണ് ന്യായാധിപൻ. അവൻ യഥാർത്ഥ ന്യായാധിപൻ ആയതുകൊണ്ടാണ്, അവന്റെ വിധിയെ മാറ്റാൻ കഴിയാത്തത് കൊണ്ടാണ് അവൻ ആ പേര് കൊടുത്തിരിക്കുന്നതും അവൻ സിംഹാസനത്തിൽ ഇരിക്കുന്നത്. ആമേൻ. അവൻ ന്യായാധിപൻ. ഇവിടുത്തെ പോലെ ദയാഹർജി കൊടുക്കാനായിട്ട് ദയാഹർജി കൊടുക്കേണ്ട സമയമാണ് ഇപ്പോഴും. ദയാഹർജിയുടെ സമയമാണ് ഇപ്പോഴാണ്. അത് പൗലോസിന്റെ ഭാഷ പറഞ്ഞു ഇപ്പോഴാകുന്നു. അത് തിരിച്ചു പറയും. ഇപ്പോഴാകുന്നു ദയാഹർജിയുടെ കാലം, ഇപ്പോഴാകുന്നു അപ്പീൽ കൊടുക്കേണ്ട സമയം എന്ന് നമ്മൾ പറഞ്ഞാൽ മതി. അതാ അതിന്റെ അർത്ഥം.
ഇപ്പോഴാകുന്ന സുപ്രസാദ കാലം, ഇപ്പോൾ ഇതാ ദയാഹർജിയുടെ കാലം. കൊടുക്കേണ്ടവരൊക്കെ ഇപ്പൊ കൊടുത്തോണം, രക്ഷപ്പെട്ടോണം. ആമേൻ. ഒടുവില് അവിടെ നിൽക്കുമ്പോൾ അവൻ പറയുന്ന വിധി അന്തിമ വിധിയാണ്. ആമേൻ. സോ എന്റെ കർത്താവ് അവന്റെ നിത്യാസ്തിത്വത്തെ കാണിക്കുന്ന, അവൻ യഥാർത്ഥ വിധികർത്താവെന്ന് കാണിക്കുന്നതാണ് അവന്റെ തലയും തലമുടിയും നമ്മെ കാണിക്കുന്നത്. രണ്ടാമത്തെ കാര്യം, അവന്റെ his eyes were as a flame of fire. We see it also in Daniel chapter 10 verse 6. ദാനിയേൽ 10:6 പറയുന്നു, അവന്റെ കണ്ണ്, ഇവിടെ വെളിപ്പാട്ടിൽ പറയുന്നു, ദാനിയേലിലും പറയുന്നു, അവന്റെ കണ്ണ് എങ്ങനെയുള്ളതാണ്? അഗ്നിജ്വാലയ്ക്കൊത്ത കണ്ണാണ്. അഗ്നിജ്വാലയ്ക്കൊത്ത കണ്ണ്. ഓക്കെ, look at this, when he was on the earth, he used his eyes in different angles. When Jesus was in his public ministry, his eyes were influenced different people in different aspects. Once he was very angry. Okay, Mark chapter 3 verse 5, if you read, Marcos 3:5 നമ്മൾ വായിക്കുമ്പോൾ അവന്റെ കണ്ണ് കോപത്തോടെ അവൻ ചുറ്റും നോക്കിയെന്നാ പറയുന്നത്. കോപത്തോടെ. അത് എന്തിനാണെന്നറിയാവോ? അവരുടെ ഹൃദയ കാഠിന്യം, കർത്താവ് ഒരു കാര്യം ഇവിടെ സംസാരിക്കുമ്പോൾ അവരുടെ ഹൃദയ കാഠിന്യം നിമിത്തം അവൻ അവരെ എന്ത് ചെയ്തു? കോപത്തോടെ നോക്കി. ജീസസ് വാസ് ആംഗ്രി sometime. Amen. If Jesus can be angry, we can also be angry sometime. Amen. ഞാനേ പറയാൻ കാര്യം, പുറത്തൊന്നും വന്നവരൊക്കെ ഉണ്ടല്ലോ, ഇത് പറഞ്ഞു പോയി, നിങ്ങൾ പറയാതിരിക്കുന്നെങ്കിൽ ഇവര് കേട്ടാൽ ഇത് എന്നെ ഓർക്കുന്നുണ്ട്. ഞാനിവിടെ സഭായത്തിനിടയ്ക്ക് പ്രസംഗിക്കുമ്പോൾ ഇത് സീരിയസ് ആയിട്ടൊക്കെ പറയുന്ന ഞാൻ ഓരോരുത്തരൊക്കെ ഇടയ്ക്ക് പറയുന്നുണ്ട്. പതുക്കെ ഇങ്ങനെ കൊട്ടൊക്കെ ഇങ്ങനെ വരുന്നുണ്ട്. കഴിഞ്ഞാലൊക്കെ നമുക്ക് കൊട്ടായിരുന്നു, ഞാൻ കേട്ട് തട്ടുമായിരുന്നു, ഞാൻ കേട്ട് കൊട്ടുമായിരുന്നു എന്നൊക്കെ സ്നേഹത്തോടെ ചിരിച്ചുകൊണ്ടാണെങ്കിലും പറയുന്നുണ്ട്. സ്തോത്രം. കർത്താവ് പറയുന്നത് ഈ ആത്മീയ കാര്യം വചനമായിട്ട് നിൽക്കുമ്പോൾ കോപപ്പെടേണ്ടിടത്ത് പെടാനുള്ള അവകാശം കർത്താവ്. അത് വ്യക്തിപരമായിട്ടല്ല, അത് വചനത്തിന്റെ തീക്ഷ്ണത. ആമേൻ. എനിക്ക് നിങ്ങൾ ആരോട് എന്നാ വേണം, അല്ല നിങ്ങൾക്ക് എന്നോട് നമുക്ക് പണങ്ങാൻ പറ്റുമോ? നമുക്ക് വെച്ചേരാം. എന്നാൽ ദൈവവചനം പറയുമ്പോൾ യേശു അവരുടെ ഹൃദയ കാഠിന്യം കണ്ട് യേശു എന്ത് ചെയ്തു? കോപത്തോടെ ചുറ്റുന്നു. അപ്പൊ കർത്താവിന്റെ കണ്ണ് ഭൂമിയിലായിരുന്നപ്പോൾ it was angry sometimes. കോപിക്കാൻ ആ കണ്ണ് ഉപയോഗിച്ചു. Then chapter 10 verse 21, it was with compassion. He looked with compassion. പലരെയും എന്റെ യേശു ദയോടെ മനസ്സലിവോടെ നോക്കി ഭൂമിയിലായിരുന്നു. അവന്റെ കണ്ണ് ദയുള്ള കണ്ണായി, മനസ്സലിവുള്ള കണ്ണായി അനേകർക്ക് വെളിപ്പെട്ടു. സ്തോത്രം. പുരുഷാരത്തെ ഒരിക്കൽ കണ്ട് നമ്മളോട് വായിക്കുന്ന എന്ത് ചെയ്തു? മനസ്സലിൽ. ഇടമില്ലാത്ത ആളുകളായിട്ട്, ചിഹ്നവരായി, ചിതറിയവരായി, വിശക്കുന്നവരായിട്ടൊക്കെ അവരെ കണ്ടപ്പോൾ കർത്താവ് എന്ത് ചെയ്തു? മനസ്സലിൽ. ആ മനസ്സലിവ് എന്ന് പറയുന്നത് എങ്ങനെയാണ്? ഹൃദയത്തിൽ ആ മനസ്സലിവ് ഉണ്ടാകുന്നത്. പക്ഷെ എങ്ങനെയാ മനസ്സലിവ് ഉണ്ടായത്? കണ്ടിട്ടാ മനസ്സലിവുണ്ട്. അപ്പൊ കണ്ണാണ് ആ മനസ്സലിവിന് കാരണമായി മാറുന്നത്. മനസ്സലിവുള്ള ഒരു കണ്ണ് എന്റെ കർത്താവിന്റെ ഭൂമിയിൽ ഉണ്ടായിരുന്നു. ഓക്കെ, നയനിലെ വിധവ, the widow at the town of Nain, she had only one son and he was dead, and they were taking him to be buried, and on the way Jesus met, and Jesus looked at that woman, that widow. She is a widow, she is left alone, nobody to help her, and moreover her only son is missing now, and her whole hope was in that son, and he is also missing. And you read there, Jesus stood there, and Jesus was compassion over that lady, that woman. ആ സ്ത്രീയുടെ കണ്ണുനീര് കണ്ടപ്പോൾ എന്റെ യേശുവിന് മനസ്സലിവുണ്ടായി. മഞ്ചൻ ചുമന്നുകൊണ്ട് പോകുന്നവരോട് നിൽക്കാൻ പറഞ്ഞു. നിന്നു. കർത്താവ് അവിടെ ചെന്നു, മഞ്ഞത്തെ തൊട്ടു. യൗവനക്കാരെ എഴുന്നേൽക്കാൻ പറഞ്ഞു. മരിച്ചവൻ എഴുന്നേറ്റ് വന്നു. അമ്മയോട് പറഞ്ഞു കൂട്ടിക്കൊണ്ട് പൊക്കോളാൻ പറഞ്ഞു. ആമേൻ. എന്റെ കർത്താവിന്റെ കണ്ണുകൾ മനസ്സലിവുള്ള കണ്ണുകൾ. ആമേൻ. ലാസറിനെ ഉയർപ്പിക്കുന്ന സമയത്ത്, Lazarus
was dead. Jesus reached there at the fourth day, and then he went to the tomb and he saw the bitter crying, the bitterly crying of Mary and Martha, and also the Jews who came there. Very particularly we read that അവരുടെ സങ്കടം യേശു കണ്ടെന്ന്. യോഹന്നാൻ 11 എഴുതിയിരിക്കുകയാണ്, ഇവരുടെ കരച്ചിൽ കണ്ടപ്പോൾ ജീസസ് wept. ജീസസ് wept. യേശു കണ്ണുനീർ വാർത്തു. ആമേൻ. പണ്ട് ഞങ്ങള് ചെറുപ്പത്തിൽ സൺഡേ സ്കൂൾ കുട്ടികളായിരുന്നപ്പോൾ വാക്യങ്ങൾ മത്സരിച്ച് പറയേണ്ട സമയം വരുമ്പോൾ ഏറ്റവും ആദ്യം പറയുന്ന വാക്യം ഇതാ. അതൊരു വാക്യം, യേശു എളുപ്പമാണല്ലോ, യേശു കണ്ണു, ജീസസ് wept. കഴിഞ്ഞ പരിപാടി ഒരു വാക്യ, ഒരു പോയിന്റ് കിട്ടും ദൈവത്തിന്. പക്ഷെ ആ ഒരു കൊച്ചു വാക്യമാണെങ്കിൽ യേശു കണ്ണുനീർ വാർത്തു എന്ന് പറഞ്ഞ് തീർക്കുന്നതാണല്ലോ. ഒന്ന് ചിന്തിച്ചു നോക്ക്, എൻ്റെ യേശുവിൻ്റെ മിഴികൾ നിറയുന്നു. ആമേൻ. എൻ്റെ യേശുവിൻ്റെ കണ്ണ് നിറയുന്നത്. ആമേൻ. അവന്റെ കണ്ണ് ഭൂമിയിലായിരുന്നപ്പോൾ മനസ്സലിവിനാൽ ആർദ്രതയാൽ ആ കണ്ണുകൾ നിറഞ്ഞു. ദൈവം, ഞാൻ ഇന്നും പറയാം, ഇന്ന് സ്വർഗത്തിൽ നിന്ന് കർത്താവ് കരയുന്നു എന്നൊന്നും ഞാൻ പറയുന്നില്ല. പക്ഷെങ്കിൽ ഭൂമിയിലിരുന്ന് കരയുന്ന ദൈവവേദന്റെ കണ്ണുനീരിന്റെ വേദന എൻ്റെ യേശുവിനറിയാം. അതിന്റെ തൂക്കം എൻ്റെ യേശുവിനറിയാം. ആ കണ്ണുനീരിന്റെ വില എൻ്റെ യേശുവിനറിയാം. അവൻ അത് അറിഞ്ഞിടപെടുന്നവനാ. ഇന്നും അവൻ മനസ്സലിവിന്റെ ഹൃദയവും കണ്ണുമായിട്ട് തന്നെയാ സ്വർഗത്തിലിരിക്കുന്നത്. അപ്പൊ അവന്റെ കണ്ണുകൾ ഭൂമിയില് ഈ വിധത്തില് മനസ്സലിന്റെ കണ്ണുകളായിരുന്നു. സ്തോത്രം. എന്നാൽ ഇപ്പോൾ ഈ കണ്ണ് എങ്ങനെയുള്ള കണ്ണാണെന്നാ പറയുന്നത്? ഇറ്റ്സ് an eye of flame. It was like a flaming fire. ഇന്ന് മനസ്സലിവിന്റെ കണ്ണല്ല ഇവിടെ കാണുന്നത്, ഇവിടെ ന്യായവിധി നടത്തുന്ന കണ്ണാണ് കാണുന്നത്. ഫ്ലേമിംഗ് ഫയർ ആയിട്ടാണ് കാണുന്നത്. അഗ്നിജ്വാലയ്ക്ക് ഒത്ത കണ്ണെന്ന്, അഗ്നിജ്വാലയ്ക്കൊത്ത കണ്ണ്. കർത്താവിന്റെ ന്യായവിധിയുടെ ഗൗരവത്തെയാണ് അത് കാണിക്കുന്നത്. എന്ന് പറഞ്ഞാൽ മനുഷ്യന്റെ ഹൃദയത്തിനകത്തെ സകലവും കണ്ടിട്ട് അതിനെ വെളിയിൽ കൊണ്ടുവന്ന് നിരത്തുന്ന കണ്ണുകളായി. മനസ്സിലായോ? ഞാൻ ചെയ്തില്ല, ഞാൻ അറിഞ്ഞില്ല, അയ്യോ കർത്താവേ ഞാനൊന്നും അറിഞ്ഞില്ലല്ലോ, നീ പറയുന്നത് എന്നെ ഇങ്ങനെ ശിക്ഷിക്കാനായിട്ട് ഞാനൊന്നും അറിഞ്ഞില്ലല്ലോ, ഞാനൊന്നും ചെയ്തില്ലല്ലോ, ഞാൻ കണ്ടില്ലല്ലോ എന്ന് പറഞ്ഞ സ്തോത്രം. അഗ്നിജ്വാലയ്ക്കുന്നുള്ള കണ്ണുകൊണ്ട് ഒരു നോട്ടം നോക്കുമ്പോൾ ഓർമ്മ വെച്ച കാലം മുതല് മരിക്കുന്നിടം വരെ ചെയ്ത മുഴുവൻ കാര്യങ്ങളും അഗ്നി കയറി വരും തകട്ടി. ഒരൊറ്റ നോട്ടം നോക്കുമ്പോൾ, കാരണം അവന്റെ കണ്ണ് അങ്ങനത്തെ കണ്ണ്, അകത്തെ രഹസ്യങ്ങളെ മുഴുവൻ വെളിവാക്കുന്ന കണ്ണ്. ആമേൻ. അതുകൊണ്ടാ വചനം പറയുന്നത്, അവനുമായിട്ടാവുന്നു നമുക്ക് കാര്യം, അവനെ മറച്ച് നമുക്കൊന്നും ചെയ്യാൻ കഴിയും. So his eyes are flaming fire, and let us be happy with that, because he is a God who sees things properly and judge according to that. കാണേണ്ട കാര്യങ്ങളെ കാണേണ്ടതുപോലെ കണ്ട് ന്യായം വിധിക്കുന്ന ഈ കണ്ണുകൾക്കായി നമുക്ക് സ്തോത്രം ചെയ്യാൻ ഇടയാവുന്നത്. And next we see about his feet. Feet were like beaten brass. His feet were like beaten brass. No one knows what type of metal was it. The Greek word used there is little hard word, but the word is chalkulibanos. Chalkulibanos is the Greek word used for the beaten brass. ഈ മുലയിൽ ചുട്ടു പഴുപ്പിച്ച വെള്ളോടിന് സദൃശ്യം. വെള്ളോടെന്ന് പറയുന്ന സാധനം തന്നെ പ്രത്യേകതയുള്ളതാണ്. ബ്രാസ് ആണ് അതിന് ഉപയോഗിച്ചിരിക്കുന്നത്. ബ്രാസ്, ഈ ബ്രാസ് അത് തന്നെ പഴുപ്പിച്ചെടുത്ത് വെണ്മയുള്ള സാധനമാണ്. പക്ഷെ അതിലൊരു എക്സ്ട്രാ സംഗതികളോട് പറയുന്നുണ്ട്. എങ്ങനെയുള്ള ബ്രാസ്? അത് ഉലയില് ചുട്ട് പഴുപ്പിച്ച വെള്ളോടിന് സദൃശ്യം. Now, brass stands for strength. Okay, the shining rays stands for speed. So this speaks to us the swiftness or the speed of the feet of God to help his own people and to punish sins. അവന്റെ ഉലയിൽ ചുട്ടുപഴുപ്പിച്ച വെള്ളോടിന് സദൃശ്യമായ കാല് ദാനിയേൽ 10:6
എഹെസ്കേൽ 1:7 ഒക്കെ നമ്മളിത് കാണുന്നുണ്ട്. ഓട് എന്നാണ് മലയാളത്തിലെ ഈ ബ്രാസിന് കൊടുത്തിരിക്കുന്നത്. ഓട്, വെള്ളോട്, ഓട്. ഈ ഓട് ശക്തിക്ക് നിദാനമാണ്. ഓടിനെ കുറിച്ച് പഠിക്കുമ്പോൾ ലോകത്തിന്റെ കൂട്ടത്തില് ഓട് ശക്തിക്ക് നിദാനമായിട്ടാണ് കാണുന്നത്. എന്നാൽ ഇത് ശക്തി എന്ന് കേവലം ഓടെന്ന് മാത്രമല്ല പറയുന്നത്, വെള്ളോട്, അത് ഷൈനിങ്, അത് ഗ്ലേസിങ്, ഗ്ലിറ്ററിങ്, തിളങ്ങുന്നതാണ്. അപ്പൊ അതിന്റെ തിളക്കം എന്ന് പറയുന്നത് സ്പീഡിനെ കാണിക്കുന്ന, വേഗതയെ കാണിക്കുന്നതാണ്. അപ്പൊ പാപത്തിന് ശിക്ഷ നൽകി തന്റെ വിശുദ്ധന്മാരെ രക്ഷിപ്പാൻ കടന്നു വരുന്ന കർത്താവിന്റെ വേഗതയെയാണ് അത് കാണിക്കുന്നത്. ഉലയിൽ ചുട്ട് പഠിപ്പിച്ച വെള്ളോടിന് സദൃശം എന്ന് പറഞ്ഞാല് എന്താ പറയുന്നത്? പാപത്തിന് ശിക്ഷ നൽകി പിന്നെ ദുഷ്ടന്മാരെ ന്യായം വിധിക്കാനായിട്ട് വരുന്ന, പാപത്തിന് ശിക്ഷ നൽകി വിശുദ്ധന്മാരെ രക്ഷിപ്പാനും അതുപോലെ ന്യായവിധിക്കുമായി വരുന്ന കർത്താവിന്റെ വരവിന്റെ വേഗതയാണ് ഈ വെള്ളോട് ചൂണ്ടിക്കാണിക്കുന്നത്. ഓർക്കണം, കാൽവറിയിൽ ഈ കാലുകൾ എങ്ങനെയായിരുന്നു? How was the feet of Jesus on the cross of Calvary? How was it, baby? What happened to the feet of Jesus on the cross? Full of blood? How did the blood come? Yeah, they put his feet together and nailed it to the wooden cross. Nailed it with a long nail. വളരെ പ്രത്യേകമായി ഉണ്ടാക്കിയ ആണി, അതിന്റെ ഇഞ്ച് വലിപ്പത്തിന്റെ ഇഞ്ചൊക്കെ യഹൂദ ചരിത്രത്തിൽ പറയുന്നുണ്ട്. ഇത്രയും വലിയ ആണി കാലുകൾ ചേർത്ത് വെച്ച്, ആ മരക്കുരിശിനോട് ചേർത്ത് വെച്ച് ആണി അടിച്ച് കയറ്റിയ യേശുവിന്റെ കാല്. രണ്ട് കാലുകൂടെ ഇങ്ങനെ ചേർത്ത് പിണച്ചു വെച്ചിട്ട് ആ രണ്ട് കാലും കൂടെ ചേർത്തിട്ട് അടിച്ച് ഇറക്കാൻ, ഈ രണ്ട് കാലിനെ കിഴിച്ച് തടിയിൽ ഇറങ്ങത്തക്ക വലിപ്പമുള്ള ആണി. അപ്പൊ എത്രയെണ്ണം നമ്മൾ ഇമാജിൻ ചെയ്താൽ മതി, ഭാവനയെ കണ്ടാൽ. നമ്മള് ഇവിടെ എന്തെങ്കിലും ബോർഡ് തൂക്കിയിടാൻ വേണ്ടി ക്ലോക്ക് വെക്കാനായിട്ട് അടിക്കുന്ന ആണിയുടെ കാര്യമല്ല ഈ പറയുന്നത്. സ്തോത്രം. So you need to imagine how much pain that our Jesus suffered for us. കാലിന്റെ കാര്യത്തിൽ മാത്രമല്ല, ശരീരം മുഴുവൻ എന്ത് വേദന യേശു സഹിച്ചു, എന്ത് വേദന അവർ സഹിച്ചു. ഋഷീകരണത്തെ കുറിച്ചുള്ള മെസ്സേജ് കിടക്കുന്നതാണ്. അപ്പൊ ഞാൻ വിവരിച്ചു തരാം. ചരിത്രം പറയുന്ന കാര്യങ്ങൾ വിവരിക്കും. അപ്പൊ നമുക്ക് മനസ്സിലാവും. ഹൃദയമുള്ളവർക്ക് കരയാതിരിക്കാൻ പറ്റില്ല. കാരണം അതുപോലെ ഉള്ള നമുക്ക് മനുഷ്യന്റെ ഭാവനയിൽ വിവരിച്ച് തീർക്കാവുന്ന കാര്യമൊന്നും അല്ല യേശുവിന്റെ കൃഷി. എന്തുവാ ആ ഫിലിമിന്റെ പേരെന്താ? Passion of Christ. How many of you have watched it? Passion of Christ. Okay. നിങ്ങൾ എത്ര പേര് കണ്ടിട്ടുണ്ട് Passion of Christ? കാണാത്തവര് അത് സിനിമാ കോട്ട് പോയി കാണുമൊന്നും വേണ്ട, വീട്ടിൽ ഇരുന്ന് കാണാം. കാണാത്തവരൊന്ന് കാണണം. ഒക്കെ കണ്ട പാപമൊന്നുമില്ല. Passion of Christ കാണുന്നുണ്ട്. യേശുവിന്റെ ജീവിതവും യേശുവിന്റെ ക്രൂശീകരണവും ഒക്കെയാണ്. ഈ യേശുവിന്റെ ക്രൂശീകരണത്തെ കുറിച്ച് വേറെ പല ഫിലിംസ് ഓയന്മാരൊക്കെ ഇറക്കിയിട്ടുണ്ട്. പക്ഷെങ്കിൽ ഇത് കണ്ടിട്ട് അറബികൾ പോലും, അതായത് മുസ്ലിം കൺട്രീസിലെ അവര് പോലും പറഞ്ഞു, അവർ പോലും അഭിപ്രായപ്പെട്ടു, that is really too much, it is brutal, what Jews are doing is brutal. യഹൂദന്മാർ ചെയ്യുന്നത് ഭയങ്കര മൃഗീയായി, അത് സഹിക്കാൻ പറ്റാത്തതാണെന്ന് മുസ്ലിങ്ങൾ പോലും അറബിക്കാർ പോലും പറഞ്ഞു. അത്ര കഠിനമായ അവതരണമാണ് ആ ഫിലിമിനകത്ത്. അടിക്കുന്നതും ഒക്കെ കണ്ടാല് ഒരുമാതിരിപ്പെട്ടവര്, ഈ ഫിലിം കാണുമ്പോഴത്തെ കാര്യം ഞാൻ പറഞ്ഞത്, ഒരുമാതിരിപ്പെട്ടവര് ഹൃദയമുള്ളവർക്ക് കരയാതിരിക്കാൻ പറ്റില്ല. അതുമാതിരി ഫീലിംഗ് ഉള്ള ഒരു സംഗതിയാണത്. പക്ഷെ ഞാൻ പറയുന്നു, അത് എന്താണ് സംഭവം? അത് അഭിനയമാ. ഇറ്റ്സ് ജസ്റ്റ് an acting. That man is acting and he is acting is perfectly. ഭയങ്കര അഭിനയമാണ് മനുഷ്യൻ അഭിനയിക്കുന്നത്. ആ അഭിനയത്തില് നമ്മുടെ ഹൃദയം അത്രയും തകരുമെങ്കിൽ യേശു അനുഭവിച്ചതോർക്കും നമ്മുടെ ഹൃദയം തകരാതിരിക്കട്ടെ. അവന്റെ കാലുകൾ ആണിക്ക് വേണ്ടി ഏൽപ്പിച്ചു, കാലിനും പാടിക്ക് വേണ്ടി കൈകൾ ഏൽപ്പിച്ചു. അവന്റെ ഹൃദയം, ഈ ഹൃദയത്തിനകത്തേക്ക് കുന്തം കുത്തി ഇറക്കിയത്
അത് പറയുന്നത് കുന്തം അകത്തിയെന്ന്, ഹൃദയത്തിന്റെ ഹാർട്ടിനകത്തിയെന്ന് കൊണ്ട് ഹൃദയം പൊട്ടി അതിനകത്ത് നിന്നാണ് ഹോൾ ബ്ലഡ് ഹാസ് കം ത്രൂ ഓൾ അതർ wounds, ബട്ട് ആ ഹൃദയത്തിനകത്ത് നിന്നാണ് വെള്ളം വെളിയിൽ വന്നതെന്നാ പറയുന്നത്. ഒരു മനുഷ്യന്റെ ശരീരത്തിലെ മുഴുവൻ രക്തവും പോയി കഴിയുമ്പോൾ വരുന്ന വെള്ളം എന്ന് പറഞ്ഞാൽ വെറും പച്ചവെള്ളമല്ല, ആ വരുന്ന ഒരു ദ്രാവകമാണ് അത്. ഒരു ഇറ്റ്സ് എ ലിക്വിഡ് ഫോം. അതാണ് വെളിയിൽ വന്നത്. കർത്താവിന്റെ ചങ്ക് പൊട്ടിയിട്ട് വന്നതാണ് അത്. സ്തോത്രം. അതെല്ലാം നമ്മളിരുന്ന് ചിന്തിച്ചാൽ നമുക്ക് ആർക്കും എഴുന്നേറ്റ് പോകാൻ പറ്റില്ല. നമ്മുടെ കണ്ണ് നിറയാതിരിക്കാൻ പറ്റില്ല. ഹൃദയമൊന്ന് തകരാതിരിക്കാൻ പറ്റില്ല. സ്തോത്രം പറയാതിരിക്കാൻ പറ്റില്ല. കാരണം നമ്മുടെ കർത്താവ് നമുക്ക് വേണ്ടി അനുഭവിച്ചതാണ്. So his foods were given for such a nails, and it was nailed on the wooden cross. But now this feet his feet is no more with those wounds, and no more a wounded feet, but it is such a feet that were like a beaten brass. And number four, okay, his voice was as the sound of many waters. അവന്റെ ശബ്ദം പെരുവെള്ളത്തിന്റെ ഇരച്ചിൽ പോലെ, പെരുവെള്ളത്തിന്റെ ഇരച്ചിൽ പോലെയുള്ള ശബ്ദം. എസ്കേൽ 43 രണ്ടാമത്തെ വാക്യത്തിൽ നമ്മളത് വായിക്കുന്നുണ്ട്. Now his voice is like the sound of the voice of many waters. പെരുവെള്ളത്തിന്റെ ഇരച്ചിൽ പോലെയുള്ള ശബ്ദമാണ് ഇത് നമുക്ക് കേൾക്കാൻ കഴിയും. എസ്കേൽ 43 രണ്ടാമത്തെ വാക്യത്തിൽ അതിനെ സംബന്ധിച്ച് പറയുന്നുണ്ട്. സ്തോത്രം. പക്ഷേ ഭൂമിയിലായിരുന്നപ്പോൾ യേശുവിന്റെ ശബ്ദം പലർക്കും പല വിധത്തിലാ ഫീൽ ചെയ്തത്. ഏലിയ ഒരിക്കൽ ഭയങ്കര ക്ഷീണിതനായിട്ട് പോയി ജീവിതമൊക്കെ അവസാനിപ്പിക്കാനൊക്കെ ചിന്തിച്ച് അതിനുശേഷം ഓടിപ്പോയി ഗുഹയിൽ കയറി പാത്രിക്ക് ഒളിച്ചിരുന്നപ്പോൾ അവിടെ കർത്താവ് ശബ്ദമായിട്ട് അവിടെ വന്ന് ഏലിയാവിനോട് പെരുവെള്ളത്തിന്റെ ഇരച്ചിൽ പോലെയല്ല സംസാരിച്ചത്. അങ്ങനെയാണ് സംസാരിച്ചാൽ ഗുഹയിൽ ഏലിയാവ് ചുരുണ്ടു വീണ് തീർന്ന്. പക്ഷെ അവിടെ വന്ന് ഏലിയാവിനോട് പറഞ്ഞ വാക്കിനെ കുറിച്ച് നമ്മൾ വായിക്കുന്നത് മൃദുസ്വരമാണ്. The low voice, the sweet sound. And that was what needed for Elijah at that time. ഏലിയാവിന് ആവശ്യം ആ സമയത്ത് അതായിരുന്നു. ഭീതിപ്പെടുത്തുന്ന ഒരു അലർച്ചയല്ല ഇവിടെ വേണ്ടത്, ഒരു ഇമ്പസ്വരമായിരുന്നു. അത് ഏലിയാവിനെ കർത്താവ് കേൾപ്പിച്ചു. സ്തോത്രം. ആമേൻ. When Mary was at the tomb once after the resurrection of Christ, everybody left and she is there alone. She wanted to see Christ, and finally she heard a voice from behind, and that was, "Hey Mary," മറിയേ എന്ന് വിളിക്കുന്ന ഒരു ഇമ്പസ്വരം പുറകിൽ മറിയത്. ആമേൻ, ആമേൻ. ലാസറിന്റെ കല്ലറയ്ക്കല് ലാസറെ പുറത്തു പോയെന്ന് അവൻ ഉറക്കെ പറഞ്ഞു വന്ന ഉറക്കെ. പക്ഷെ ഇവിടെ പറയുന്ന ശബ്ദത്തോളം ആ ശബ്ദം വരില്ല. ദൈവം ഇവിടെ യേശുവിന്റെ ശബ്ദം ശ്രദ്ധിക്കുക. ഇത് പെരുവെള്ളത്തിന്റെ ഇരച്ചിൽ പോലെയുള്ള ശബ്ദമാണ്. പെരുവെള്ളത്തിന്റെ ഇരച്ചിൽ പോലെ. That means it shows his authority. അവന്റെ അധികാരത്തെയാണ് അത് കാണിക്കുന്നത്. അധികാരത്തെ. അവൻ കൽപ്പിച്ചാൽ അത് അങ്ങനെ തന്നെയാ. അവൻ ശബ്ദിച്ചാൽ അങ്ങനെ തന്നെയാ. അവൻ പറഞ്ഞാൽ അതിന് മാറ്റമില്ല. ആ ശബ്ദം ആത്യന്തികമാണ്, അതോറിറ്റേറ്റീവ് ആണ്. And it is authentic, and therefore his voice is like the voice of many waters here. And number 5, there is he has 7 stars in his right hand. അവന്റെ വലം കയ്യിൽ നിന്നുണ്ട് 7 നക്ഷത്രങ്ങളുണ്ട്. ഓക്കെ, അതിനെക്കുറിച്ച് നമ്മൾ പിന്നീട് പഠിക്കും. എങ്കിലും ആ വാക്യം ഒന്ന് പെട്ടെന്ന് വായിച്ചു വേഗം പറഞ്ഞു വിടാം. 1:20 വാക്യം വായിച്ചു. വെളിപ്പാട് 1:20. എന്റെ വലങ്കയിൽ കണ്ട 7 നക്ഷത്രത്തിന്റെ മർമ്മവും 7 പൊന്നിരവിളക്കിന്റെ വിവരവും എഴുതുന്നു. 7 നക്ഷത്രം 7 സഭകളുടെ ദൂതന്മാരാണ്. 7 നക്ഷത്രം എന്താണ്? 7 സഭകളുടെ ദൂതന്മാരാണ്. The 7 stars signify 7 angels of the church. 7 angels of the church. When we
come further, enter into chapter 2. To all the churches, Holy Spirit is addressing to the angel at the church of Ephesus, to the angel at the church of Smyrna. അങ്ങനെയാ തുടങ്ങുന്നത്, അങ്ങനെയാ സംബോധന ചെയ്യുന്നത്. എഫെസോസിലെ സഭയുടെ ദൂതൻ എഴുതുക, സർദീസിലെ സഭയുടെ ദൂതൻ എഴുതുക, ഫിലദൽഫിയയിലെ സഭയുടെ ദൂതൻ എഴുതുക. അപ്പൊ ദൂതന്മാരെന്നിവിടെ പറയുന്നത് ഇറ്റ്സ് നോട്ട് ദ ഹെവൻലി ഏഞ്ചൽസ്, സ്വർഗീയ ദൂതന്മാരുടെ കാര്യമല്ല ഇവിടെ പറയുന്നത്. ദീസ് ഏഞ്ചൽസ് മീൻസ് ദ മിനിസ്റ്റേഴ്സ് ഓഫ് ദ ചർച്ച്. സഭയുടെ ദൂതന്മാരെന്നിവിടെ ഉദ്ദേശിക്കുന്നത് സഭയുടെ ശുശ്രൂഷക വൃന്ദത്തെയാണ്, ശുശ്രൂഷകന്മാരെയാണ്. അവർക്കാണ് മെസ്സേജ് കൊടുക്കുന്നത്. സഭയ്ക്കുള്ള മെസ്സേജ് സഭയ്ക്കുള്ള ദൂതന്മാർക്ക്, പാസ്റ്റേഴ്സിന്, നടത്തിപ്പുകാർക്ക്, സഭയുടെ ബിഷപ്സിന് കൊടുക്കുന്ന മെസ്സേജാണ്. അതുകൊണ്ടാണ് സഭയുടെ ദൂതൻ എഴുതുക എന്ന് പറഞ്ഞ് മെസ്സേജ് കൊടുക്കുന്നത്. സോ 7 stars signify the 7 angels of the church, which means the pastors or the presbyters or the bishops, those who are appointed in the church, avarkana ee doodu. And now these 7 stars are where they are? The hands of They are in the hand, right hand. In the right hand of the risen Christ. ഉയർത്തെഴുന്നേറ്റ കർത്താവിന്റെ വലത് കയ്യിലാണ് ആരിയ്ക്കുന്നത്? 7 നക്ഷത്രങ്ങൾ ഇരിക്കുന്നത്. ആരാണ് 7 നക്ഷത്രങ്ങള്? 7 ദൂതന്മാർ, സഭയുടെ ദൂതന്മാർ. അപ്പോൾ ഓർക്കണം, ദൈവ ശുശ്രൂഷ ഏൽപ്പിച്ച ദൈവത്തിന്റെ ദാസന്മാര് കർത്താവിന്റെ കരങ്ങളിൽ സുരക്ഷിതരാണ്. കർത്താവിന്റെ കരങ്ങൾ, അവരുടെ പ്രൊട്ടക്ഷനുള്ള കൺഫർമേഷൻ അവിടെ കൊടുക്കും. They are safe in the hands of the Lord. Amen. And nobody can take it from his hand without his permission. അവന്റെ കയ്യിൽ നിന്ന് അവന്റെ അനുവാദം കൂടാതെ ആർക്കും ഒന്നും ചെയ്യുവാൻ കഴിയില്ല. That gives or shows the safety and security of the servants of God who are doing his ministry faithfully. Okay, number 6, ആറാമത്തെ കാര്യം. Okay, there was coming forth from his mouth a sharp two-edged sword. Okay, in Isaiah chapter 11 verse 4 we read that the rod of his mouth, the rod of his mouth, the rod, where's rod? The word rod is used, rod is used there. Also in Isaiah 49 verse 2, like a sharp sword, the penetrating quality of the word of God with the breath of his mouth. That is what we see about the two-edged sword here. അവന്റെ വായിൽ നിന്ന് വരുന്ന മൂർച്ചയേറിയ വാൾ എന്ന് പറയുന്നത് യെശയ്യാ 11:4 അവന്റെ വായ എന്ന വടി എന്ന് വടിയായിട്ട് അവിടെ ചിത്രീകരിച്ചിരിക്കുന്നു. അതുപോലെ യെശയ്യാ 49:2 എന്റെ വായ മൂർച്ചയുള്ള വാൾ പോലെ ആക്കിയിരിക്കുന്നു എന്ന് നമ്മൾ അവിടെ വായിക്കുന്നു. അതുപോലെ പിന്നെ എബ്രായ ലേഖനം Hebrews 4:12, എബ്രായർ 4:12 വരുമ്പോൾ എങ്ങനെയാ അവിടെ പറയുന്നത്? ആ വാക്യം ബൈബിളിൽ നോക്കാതെ എന്ന് കാണാതെ പറഞ്ഞേ, ആ ബൈബിള് നോക്കല്ലേ, എബ്രായർ 4:12 വേദോസത്തിൽ നോക്കാതെ എന്ന് പറഞ്ഞേ. Don't look in the Bible and tell me, look at my face and say. തെറ്റി. ഓക്കെ, ദൈവത്തിന്റെ വചനം ജീവനും ചൈതന്യവും ഉള്ളതായി ഇരുവായ്ത്തലയുള്ള ഏത് വാളിനേക്കാളും മൂർച്ചയേറിയതും പ്രാണനെയും ആത്മാവിനെയും സന്ധിമജ്ജകളെയും വേർപിടിവിക്കും വരെ. ഓക്കെ, അവന്റെ വായിൽ നിന്ന് എന്ത് പുറപ്പെടുന്നു? What comes from his mouth? Two-edged sword that speaks about the word of God. Okay, the word of God, all the written word of God and all the word of God, it derives from our Jesus. Amen. ദൈവ വചനം എന്ന് പറയുന്നത് എവിടെ നിന്നാ വരുന്നത്? അവന്റെ വായിൽ നിന്ന് വരുന്നത്.
സങ്കീർത്തനത്തിൽ പറയുന്നു, he commanded and that happened. അവൻ കൽപ്പിച്ചു, അങ്ങനെ സംഭവിച്ചു. അവൻ പറഞ്ഞു, അങ്ങനെ സ്ഥാപിതമായി. അവന്റെ വായിലെ വാക്കുകൾ വചനമാണ് ഈ ഇരുവായ്ത്തലയുള്ള വാള്. ഓക്കെ, സോ എബ്രായ ലേഖനകർത്താവ് അതാണ് പറയുന്നത്, ഇരുവായ്ത്തലുള്ള ഏത് വാളിനേക്കാളും മൂർച്ചയേറിയതാണ് ദൈവത്തിന്റെ വചനം. ഇറ്റ് ഈസ് ഷാർപ്പർ ദാൻ എനി two-edged sword. What do you mean by two-edged sword? എന്താ ഇരുവായ്ത്തലുള്ള വാളെന്ന് പറഞ്ഞാൽ? സാധാരണ വാളിനൊക്കെ എത്ര വായ്ത്തലാണ്? Only one side. Okay, they use one side, but this is two-edged. Okay, this is the sword, and usually this is the sharper part. So you take the sword and cut it like this. But this sword, the word of God, has two edges. Edge on this, sharper this side, and sharper on the other side also. Okay, so what is the meaning of that? Okay, whoever uses it, yeah, I'm teaching you now and I'm preaching to you, but that doesn't mean that I am away from it. Okay, when I cut and use the word of God to my people, to my believers, that will come back to me also. Amen. Amen. ഇരുവായ്ത്തലുള്ള വാളെന്ന് പറയുന്നത് വെട്ടാൻ എന്ന് പറഞ്ഞാൽ അങ്ങോട്ട് വെട്ടുക. എന്നാൽ നിങ്ങൾ പിടിച്ച വിശ്വാസികളെ എന്നാ നിങ്ങൾക്ക് തന്നെ വെട്ടെന്നും പറഞ്ഞ് വെട്ടിക്കൊണ്ടിരിക്കാനുള്ളതല്ല, വെട്ടുന്നവനിട്ട് അത് എന്ത് ചെയ്യും? Praise the Lord. അതിനനുസരിച്ച് ജീവിച്ചില്ലെങ്കിൽ, നേരാവണ്ണം കൈകാര്യം ചെയ്തില്ലെങ്കിൽ, അതിനോട് വിശ്വസ്തത പുലർത്തിയില്ലെങ്കിൽ, അങ്ങോട്ട് വെട്ടുന്നത് ഇങ്ങോട്ടും. ആരത് ഉപയോഗിച്ചാലും, ഓക്കെ, അതൊരു പാസ്റ്ററൊന്നുമില്ല, ഒരു വിശ്വാസി, ഒരു ദൈവവേദനാണേലും വചനം നമ്മൾ ഉപയോഗിക്കുമ്പോൾ, അത് വായിക്കുമ്പോൾ, മനസ്സിലാക്കുമ്പോൾ, മറ്റുള്ളവരോട് പങ്കുവെക്കുമ്പോൾ ഓർക്കണം, അത് അങ്ങോട്ട് പോകുന്ന പോലെ തന്നെ എനിക്കും അത് ബാധകമാണ്. അവന്റെ വായിൽ നിന്ന് മൂർച്ചയുള്ള ഇരുവായ്ത്തലുള്ള വാൾ, വചനത്തിന്റെ ശക്തിയാണ് അത് വെളിപ്പെടുത്തുന്നത്. ഓക്കെ, നമ്പർ 7 we stop here. ഓക്കെ, നമ്മുടെ ടൈമായി. ഏഴാമത്തേത്, അവന്റെ മുഖം സൂര്യൻ ശക്തിയോടെ പ്രകാശിക്കുന്ന പോലെ. His face was as the sun shining in its strength. Okay, as the sun. That verse, Judges 5:31 is that is not right. Okay, you don't have to write. ന്യായാധിപന്മാർ 5:19 എന്നൊരു വാക്യം അവിടെ കൊടുത്തേക്കുന്ന എഴുതണ്ട, അതിനെ പറ്റിയൊരു വാക്യമല്ല. 5:31 ആ വാക്യം എഴുതണ്ട. മത്തായി 17:2 കർത്താവിന്റെ മുഖത്തിന്റെ ശോഭ നമ്മൾ കണ്ടു. മത്തായി 17 എന്താണ് സംഭവിക്കുന്നത്? He was on the Mount of Transfiguration. Mount of Transfiguration. What happened? അതിന്റെ മുഖം എന്ത് ചെയ്തു? എവിടെയാ? എവിടെ വെച്ചാ? മറുരൂപമലയില്, Mount Transfiguration. Jesus was there on the Mount Transfiguration, and who were the disciples with him? Peter, James, and John. മൂന്ന് ശിഷ്യന്മാര്, പത്രോസും യാക്കോബും യോഹന്നാനും. Okay, and what happened there when all these things happened? Who else came there? Moses and Elijah. Moses and Elijah appeared there and talked with him. And what was these disciples doing? They were. Amen. എത്ര നല്ലൊരു ആത്മീയ അനുഭവം അവിടെ ഉണ്ടായിരുന്നു. നോക്കിയെന്റെ പ്രശ്നം, ഇത്രയും നല്ലൊരു ആത്മീയ അനുഭവം. മോശെ ഏലിയാവും വന്ന് കർത്താവിനോട് സംസാരിക്കുക, കർത്താവിന്റെ മുഖം സൂര്യനെ പോലെ പ്രകാശിക്കുക, അവന്റെ വസ്ത്രം ഭൂമിയിലെ ഓരോ അലക്കുകാരനും അലക്കി വെളുപ്പിക്കാൻ കഴിയാതെ അതിങ്ങനെ വെണ്മയായിട്ടിരിക്കുക. ഇതെല്ലാം സംഭവിക്കുമ്പോഴും ഈ ഇച്ചായന്മാർ 3 പേരും കൂടെ അവിടെ കുത്തിയിരുന്ന്. അപ്പൊ ഈ മറുരൂപമലയിൽ ഉറങ്ങാൻ കൃപ ലഭിച്ചവരുമുണ്ട്. അവർക്ക് മറുരൂപമലയിലും ഉറക്കം വരും, ട്രെയിനിലും ഉറക്കം വരും, ബസ്സിലും ഉറക്കം വരും, സഭായോഗത്തിലും ഉറക്കം വരും. So my Jesus face was like, sun shining in its full strength. മുഖസൂര്യനെ പോലെ പ്രകാശിക്കുന്നത് പോലെ അവന്റെ മുഖം പ്രകാശിപ്പാൻ ഇടയായിത്തീർന്നു. ഓർക്കുക, കർത്താവിന്റെ ഇന്ന് മഹത്വവാനായി ഉയർത്തെഴുന്നേറ്റവനായി നാം അവനെ കാണുകയാണ്.
ഇന്നത്തെ അവന്റെ മുഖത്തിന്റെ ഭാവമാണ് നമ്മൾ കണ്ടത്. അപ്പൊ ഒരു പ്രത്യാശ നമുക്കുണ്ട്. എന്താ പ്രത്യാശ? എന്താ what hope you get out of it? We'll see him again. We'll see him. You will see, that is sure. What will happen to you? Our face will also be Your face also will be shining. becoming like that one day. Amen. അതോർത്ത സ്തോത്രം പറയേണ്ടത്. എന്റെ മുഖവും ഞാൻ യേശുവിന്റെ അടുത്ത് ചെല്ലുമ്പോൾ എന്റെ മുഖവും അതുപോലെ ആകും. അതിനൊരു സ്തോത്രം പറയണം. Amen. There comes a day that my mortal body shall be changed. All this mortal will become immortal, and all this earthly will become heavenly, and my body will be transformed. I will have a new heavenly body which will not have any flesh or blood, and this is a transformed body. I shall be taken up to heaven, and I will be like my Jesus. Amen. Amen. Hallelujah. Amen. Hallelujah. Hallelujah. Amen. Wait for that day. Have hope for that day. And let us work for that day. പ്രത്യാശയുള്ളവരായി ആ ദിനത്തിനായി നമുക്ക് ഒരുങ്ങി കാത്തിരിക്കാം. ആ ദിന സമാഗതമായി അതിന്റെ ഭാഗവാക്കുകളായി തീരാൻ നമുക്ക് ഇടയായി തീരട്ടെ. നമ്മുടെ കർത്താവ് ഈ രൂപത്തിലാണ് ഇന്ന് സ്വർഗത്തിലായിരിക്കുന്നത്. ഈ സ്വർഗത്തിൽ പിതാവിന്റെ വലതുഭാഗത്ത് അവൻ ഇങ്ങനെയായിരിക്കുന്നു. സ്തോത്രം. നമ്മെ കാണാൻ, നമ്മുടെ സകല ദുഃഖങ്ങളും അറിയുവാൻ, പ്രശ്നങ്ങൾ അറിയാൻ, നമ്മെ കൈകാര്യം ചെയ്യാൻ, നമ്മുടെ വിഷയത്തിൽ ഇടപെടാൻ, സ്നേഹിപ്പാൻ, കരുതാൻ ഇന്നും അവൻ മഹത്വപൂർണനായി ജീവിക്കും. ആമേൻ. പ്രൈസ് ദി ലോർഡ്. Hallelujah. തലകളെ വണക്കാം, പ്രാർത്ഥിക്കാം. ദൈവസ്ഥലം നമ്മെ സമർപ്പിച്ചുകൊണ്ട് നാം കേട്ട ദൈവവചനത്തിന്റെ മുൻപാകെ സ്തോത്രം. നമ്മുടെ കർത്താവ് ആരാണെന്ന് നമുക്ക് മനസ്സിലാക്കാം. അവന്റെ ഒരു